തേവല ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ ഒന്നാം പതിപ്പിന്റെ രണ്ടാം ദിവസത്തിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആകർഷകമായ പാനൽ ചർച്ചകളിലൂടെ വിദ്യാർത്ഥികൾക്കിടയിൽ വൈവിധ്യമാർന്ന വീക്ഷണങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും ഈ വർഷം TELF നോക്കിക്കാണുന്നു. പ്രഗത്ഭരായ പ്രഭാഷകർ ഒത്തുകൂടുന്ന വേദിയിൽ പരിമിതികളില്ലാതെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും സ്വതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കുവാനും ഈ ദിവസം കാരണമാകട്ടെ. അടുത്തതായി ഈ വേദിയിൽ നമ്മോടൊപ്പം സംസാരിക്കുന്നത് ശ്രീ ബിജി ബാലപ്പും ശ്രീമതി റോഷ്നി മുരളീധരൻ എന്നിവരാണ്. ഇരുവരെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Please give a huge round of applause and welcome the speakers on stage, please. കിളികൾ പലതുണ്ടേ മലയാള ചലച്ചിത്രങ്ങളിൽ സംഗീത സംവിധാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ബിജിപാൽ. 2007 പുറത്തിറങ്ങിയ അറബിക് കഥ എന്ന ലാൽ ജോസ് ചിത്രത്തിലെ സംഗീത സംവിധാനം ചെയ്തുകൊണ്ട് ബിജിപാലിന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നു. സോൾട്ട് ആൻഡ് പെപ്പർ, താപ്പാന, വെള്ളം എന്നീ ചിത്രങ്ങളിൽ സംഗീത സംവിധായകനായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. നിറഞ്ഞ കയ്യടികളോട് തന്നെ തേവല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ബിജിപാൽ. തൃശൂർ ക്ലബ് FM-ലെ പ്രോഗ്രാമിംഗ് ഹെഡായി പ്രവർത്തിക്കുകയാണ് മിസ് റോഷ്നി മുരളീധരൻ. ക്ലബ് FM-ലെ പാട്ട് പീടിക എന്ന സംഗീത പരിപാടിയിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ആളുകൂടിയാണ്. മാമിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പുതിയ കാലം പുതിയ ഈണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഓവർ ടു ദ സ്പീക്കേഴ്സ്. ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു വെരി മച്ച്. ബിജിപാൽ സാർ വന്നപ്പോൾ സ്പീക്കറിൽ നിന്ന് കേട്ട പാട്ടിനേക്കാളും ഉറക്കെയാണ് ഇവിടെ ഇരുന്നിരുന്നവർ പാടിയിരുന്നത്. അപ്പോൾ അത് തന്നെ മതി ആക്ച്വലി ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. എൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ച് പോകാം ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് ഇറ്റ് ഓൾ ടുവേർഡ്സ് ദി എൻഡ്. ആൻഡ് ഒരു ആസ്വാദക എന്ന രീതിയിൽ എനിക്കിഷ്ടമുള്ള പാട്ടുകളെക്കുറിച്ച് മാത്രം ആവരുത് ചോദ്യങ്ങൾ എന്നതുകൊണ്ട് കുറച്ചൊക്കെ എഴുതി വെച്ച് വന്നിട്ടുണ്ട്, ആ ഒരു സെൽഫിഷ്നെസ് കടന്നു വരാതിരിക്കാൻ. പക്ഷെ പുതിയ കാലത്തെക്കുറിച്ചും പുതിയ ഈണങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നതിന് മുന്നേ സർ, ഇവിടുന്ന് അധികം ദൂരെ അല്ലാത്ത സെയിൻറ്റ് ആൽബർട്ട്സിലാണ് സാറ് പഠിച്ചത് എന്നാണ് അറിവ്. അപ്പോൾ പഴയ കാലത്തേക്ക്, പഴയ തേവര സീക്രട്ട് ഹാർട്സുമായിട്ടുള്ള ഒരു കണക്ഷനോ ആ സമയത്തെ ക്ലാസ്മേറ്റ്സോ ബാച്ച്മേറ്റ്സോ ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടുന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. തേവര കോളേജിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ സമകാലീനർ എന്നുള്ളതിനപ്പുറത്തേക്ക് തൊട്ട് ജൂനിയേഴ്സ് ദീപക് ഇവിടെയാണ്, ദീപക് ദേവ് ഇവിടെ പഠിച്ചത്. ഒരുപാട് മ്യൂസീഷ്യൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, ഒരു പെയിൻറ്റർ അല്ലേ, ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സാറുണ്ടായിരുന്നു. അതുപോലെ തിയേറ്റർ ഇവിടെ റിച്ച് ആയിരുന്നു. ആൽബർട്ട്സ് കോളേജും തിയേറ്ററും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും നല്ല റിച്ച് ആയിരുന്നു. നാടകത്തിന് നാഷണൽ ലെവലിലൊക്കെ പലവട്ടം ആൽബർട്ട്സിന് ഇതുണ്ടായിരുന്നു. ഒരിക്കൽ തേവര കോളേജ് ഞങ്ങൾ ഇത് ചെയ്തപ്പോൾ ഒരു ഇംഗ്ലീഷ് പ്ലേ ചെയ്ത ഓർമ്മയുണ്ട്, MG യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിൽ തേവര. അങ്ങനെ മ്യൂസീഷ്യൻസ് ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ തേവര കുറച്ചും കൂടി പറഞ്ഞ പോലെ ഞങ്ങളുടെ ആൽബർട്ട്സ് കുറച്ച് നൊട്ടോറിയസ് ആയിരുന്നു ആ സമയത്ത്. അന്ന് മെൻസ് കോളേജ് ആയിരുന്നു. അന്ന് പെൺകുട്ടികളെ പോലും കാണാൻ കിട്ടാത്ത, മരുന്നിന് പോലും ഇല്ലാത്ത ഒരു കാലമായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഈ പെൺകുട്ടികൾ ഉള്ളത് കൊണ്ട് ചെയ്യാൻ മടിക്കുന്ന ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഇപ്പോൾ അതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ. പിന്നീട് ഇപ്പോൾ എഡ്യൂക്കേഷൻ വന്നു ആൽബർട്ട്സിൽ. ഇന്നാളൊരു പരിപാടിക്ക് ഇപ്പോൾ ഒരു 60-70% പെൺകുട്ടികളാണ് പഠിക്കുന്നത്. അപ്പം അന്ന് പക്ഷേ തേവര സീക്രട്ട് ആർട്സ് കുറച്ചും കൂടി ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു പഠിപ്പിസ്റ്റ് എന്ന് നമ്മൾ പണ്ട് പറയും. ഇപ്പം എന്താണ് വേറെ വല്ല വാക്കുണ്ടോയെന്നറിയില്ല. പഠിപ്പിസ്റ്റുകൾ പഠിക്കുന്ന, കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു കോളേജായിരുന്നു തേവര. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം, റേഷ്യൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് തേവര കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത്. ഓക്കെ, ദാറ്റ്സ് വണ്ടർഫുൾ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണോ ഇപ്പോഴത്തെയും അവസ്ഥ? ഇപ്പോഴും പഠിപ്പിസ്റ്റുകളുടെ കോളേജാണോ? അല്ല അല്ലേ, നോ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ.
നമ്മുടെ ഈ ടൈറ്റില് പുതിയ കാലം പുതിയ ഈണങ്ങൾ എന്നാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ആ കാലമാണല്ലോ പുതിയ കാലത്തെ അളക്കുന്നത് ആ സമയത്തെ ക്യാമ്പസിലെ പോപ്പുലർ ട്രാക്സ് വെച്ചാണ്. കോളേജ് പിള്ളേർ അല്ലെങ്കിൽ യുവാക്കളാണ് എപ്പോഴും ആ കാലഘട്ടം തീരുമാനിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ 2007 അറബിക്കഥ തൊട്ട് ഇങ്ങോട്ട് 2024 വരെ ഓരോ പുതിയ കാലത്തെയും പുതിയ ഈണങ്ങൾ ബിജ്ബാൽ സാറിൻ്റെതായിരുന്നു. അറബിക്കഥ തിരുത്തുണ്ട്. അങ്ങനെയില്ല, അതൊക്കെ ഭംഗിവാക്കാണ്. കാരണം ഇത് ഈ പോസ്റ്റ് കോവിഡ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു വിപ്ലവ സ്വഭാവം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കാര്യം ശരി, പോസ്റ്റ് കോവിഡ് കുറേ ഞാനും ചെയ്തിട്ടുണ്ട്. കുറേ ഇപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണെങ്കിലും ഇപ്പോൾ വെള്ളം വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ വളരെ ഒരു കാഴ്ചയിലും കേൾവിയിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രി, വെർച്വൽ ഇൻഡസ്ട്രി കുറച്ചുകൂടി റിച്ചായി. അതായത് നമ്മൾ കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ ടാബുകളും മൊബൈൽ ഫോണുകളിലൊക്കെ നമ്മളുടെ ആസ്വാദനവും നമ്മളുടെ എക്സ്പ്ലോറേഷനും എല്ലാം ആശ്രയിച്ചത്. നമുക്ക് എവിടെയെങ്കിലും കാണണമെങ്കിൽ ഇതിലാണ് കാണുന്നത്, അല്ലേ? മറ്റൊരു റിയലായിട്ടുള്ളൊരു ലോകം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ആസ്വാദനത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തെറ്റാകാം. അപ്പോൾ ഈ യൂട്യൂബ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സോങ് സ്ട്രീം ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ്, സ്പോട്ടിഫൈ ഉണ്ട്, അതുപോലെ ഒരുപാടുണ്ട്, ആപ്പിൾ മ്യൂസിക് ഉണ്ട്, ഐട്യൂൺസ്. അപ്പോൾ അത്തരം സ്പേസുകളിൽ ഉള്ള ആളുകളുടെ ആകർഷണം, കച്ചവട സാധ്യത, ഇപ്പോൾ അതിൽ ഒരു ദിവസം കൊണ്ട് 1 മില്യൺ കാണുക, 10 ദിവസം കൊണ്ട് 10 മില്യൺ അടിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ പബ്ലിഷറിൻ്റെ റവന്യൂ, അപ്പോൾ അതിന് അനുസരിച്ച് പാട്ടുകളുടെ ജോണേഴ്സ് വ്യത്യാസം വന്നു എന്ന് പറയാം. ഇപ്പോൾ അതിൽ ഇപ്പോൾ മാണിക്യച്ചിറകുള്ള എന്ന് പാട്ട് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു 8 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല. 2013 അല്ലേ, 8-9 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ 11 കൊല്ലം അല്ലേ, 11 കൊല്ലമായി. അപ്പോൾ ഇപ്പോൾ അത് പുതിയ പാട്ടാണെന്ന് പറഞ്ഞ് പാടുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അതിന് പുതുമയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോഴും ആ പാട്ടൊക്കെ 2 വരി പാടിയാൽ കയ്യടിയൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ആ ഭാഷയും മാറി എന്നെനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു പരിഭവം, എൻ്റെ പേഴ്സണലായിട്ടുള്ള പരിഭവമാണ്. നമ്മൾ ഒരു 20 മില്യൺ അടിക്കുന്നു, യൂട്യൂബിൽ കാണുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഹിറ്റാണെന്നാണല്ലോ പറയുന്നത്. ബട്ട് നമുക്കത് എല്ലാ പാട്ടും അല്ലെങ്കിലും പല പാട്ടുകളും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് മൂളാൻ ആ വരി ഏതാണെന്ന്, ആ ഇതിലെ പാട്ടുണ്ടല്ലോ അത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല ചിലപ്പോൾ. ഓഫ് കോഴ്സ് പലരെയും, ഇപ്പോൾ സുഷിൻ്റെയും ജസ്റ്റിൻ്റെയും വിഷ്ണുവിൻ്റെയും ഒക്കെ പാട്ടുകൾ നമ്മൾ ആഘോഷിക്കും. പുതിയ കുട്ടികൾ ഒരുപാട് ആഘോഷിക്കുന്ന പാട്ടുകളുണ്ട്. പക്ഷേ ഈ ഫൺ മാത്രമാകുന്നൊരു കാലം മ്യൂസിക്കിലേക്ക് വന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതിൽ ഒരു 70% ഫൺ കഴിയുമ്പോൾ ഒരു 30% കുറച്ച് ഇമ്പമുള്ള പാട്ടുകൾ ഒക്കെ വന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെയും ഒക്കെ റവന്യൂവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സ്ലോ പോയ്സണിങ് എന്ന് പറയില്ലേ, പഴയ ഒരു സ്ലോ പോയ്സണാണ് പാട്ട്. അതിനുള്ളൊരു സ്ഥാനപ്പില്ല. പതുക്കെ കയറി ഒരു കൊല്ലോ കഴിയുമ്പോൾ നമ്മളുടെ ഒബ്സഷനായി മാറുന്ന പാട്ടുകളുടെ കാലം ഏറെക്കുറെ കഴിഞ്ഞു. ഇനി റീഗെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. സാറിന്റെ വിനയത്തോടു കൂടി പറഞ്ഞു അങ്ങനെ ഇല്ല പഴയ പാട്ടുകൾ അല്ല. പക്ഷെ ഇത് നമ്മളിവിടെ ശബ്ദവോട്ടോടു കൂടി ഇപ്പൊ നമുക്ക് തീരുമാനമാക്കാം. കാരണം ഇപ്പൊ തന്നെ സാറ് പറഞ്ഞു ഇവരിപ്പോ ഏറ്റുപാടിയ പാട്ട് 11 കൊല്ലം മുന്നത്തെ. 11 കൊല്ലം മുന്നേ ഇവിടെ ഉള്ളവരിൽ ടീച്ചേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും ചെറിയ കുട്ടികളാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ പറയാം ഓരോ കാലഘട്ടത്തിലെ പാട്ടുകൾ അത് ഇന്ന് വരെ നിലനിന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കയ്യടിയിൽ നമുക്ക് സാറിനെ ഒന്ന് അറിയിച്ചു വെക്കാം. അപ്പോൾ ഞാൻ തെറ്റാണെങ്കിൽ നമുക്ക് എന്നെയും തിരുത്താലോ. ഓക്കെ. അപ്പൊ 2007 അറബിക്കഥ തിരികെ ഞാൻ ഇല്ല, ബി ഓണസ്റ്റ്. സത്യം പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്യാന്ന് തോന്നുന്നു ഇതേ. കാരണം ഇത് കൈയടിക്കില്ലെന്ന് എനിക്കൊരു ടെൻഷനായി തുടങ്ങി. അല്ല, നമ്മൾ ഓണസ്റ്റ് ആയിട്ട് ഇത് ഗ്രൗണ്ട് ഫ്ലോർ ടെസ്റ്റ് ആണ്, പാർലമെന്റിൽ പറയുന്ന പോലെ. ശരി, അതേ കൊല്ലം തന്നെയാണ്. പക്ഷെ യങ്സ്റ്റേഴ്സിന്റെ മറ്റൊരു സെക്ഷനെ കൈയടക്കിയതായിരുന്നു മിന്നാമിന്നി കൂട്ടത്തിലെ വി ആർ ഇൻ ലവ്. യെസ്, അറബിക്കഥയ്ക്ക് കയ്യടി കൂടുതലായിരുന്നു, ആസ് ഓബ്വിയസ്. ഓക്കെ. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ, ചെമ്പാവ് പ്രേമിക്കുമ്പോൾ.
സോ ഇത് 2007 നമ്മൾ പതിയെ 11ലേക്ക് വന്നു. ആൻഡ് ഇന്നും ന്യൂജൻ പാട്ടെന്ന് പലരും വിളിക്കുന്ന ഒരു പാട്ടാണ് വാനം നിലയാണ് ഡാത്തടിയ. പിന്നെ ഞാൻ ഒരു ലിസ്റ്റ് പറയാം, 3 അടുപ്പിച്ച് പറയാം. ആ ഒരു കാലഘട്ടത്തെ ഡിഫൈൻ ചെയ്ത സാറ് പറയുന്ന ഈ സ്ലോ പോയ്സൺ പാട്ടുകളായിരുന്നു. മാണിക്യ ചിറകുള്ള മഴനില കുളിരുമായി, കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതേപോലെ തന്നെ മലമേലെ തിരിവെച്ച്. അത് കഴിഞ്ഞ ഒരു നെക്സ്റ്റ് സെറ്റ് യങ്സ്റ്റേഴ്സിനെ, പക്ഷേ അഗൈൻ നിങ്ങൾക്ക് തൊട്ട് മുന്നേ എന്ന് പറയേണ്ടി വരും, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും, കണ്ണിലെ പൊയ്കയിലെ, അതേപോലെ പൈപ്പിൻ ചോട്ടിലെ പ്രണയം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ആൽബം അടക്കമാണ് ഇപ്പോൾ പറയുന്നത്. ഈ പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം FM സ്റ്റേഷനിലാണ് എന്നതുകൊണ്ട് ഇന്നും യങ്സ്റ്റേഴ്സ് കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പം ഞാൻ തൃശ്ശൂർ FM-ലാണ് റെഗുലർലി വർക്ക് ചെയ്യുന്നത്. പാട്ടുപീഡിയ കൊച്ചിയിലും അവൈലബിൾ ആണെങ്കിലും അവരിപ്പോഴും ചോദിക്കുന്ന സെറ്റ് ഓഫ് പാട്ടുകളാണിത്. അങ്ങനെയാണ് ഞാൻ ഇത് ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ക്ലബ് FM-ൽ നിന്ന് ഞാനിവിടെ വരുമ്പോൾ ഞാൻ മിനിമം അത്രയെങ്കിലും ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ഞാൻ പോപ്പുലർലി ഓൺ ഡിമാൻഡ് ഷോസ് ചെയ്യുന്നവരോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഈ കാലത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ട്യൂൺസാണ് സാറിൻ്റെ എന്നുള്ളതിന് ഞാൻ ഒരു പ്രൂഫ് അടക്കം ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, എങ്ങനെ അത് സാധിക്കുന്നുവെന്ന്. ഇത് ഡാത്തടിയിലെ പാട്ടിൻ്റെ താഴെ ഒരു 6-7 കൊല്ലം മുന്നേ വന്ന ഒരു കമൻറ്റാണ് യൂട്യൂബിൽ കേട്ടോ. ദിസ് സോങ് വാസ് വേ അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. 2 A ഉണ്ട് വേക്ക്. ദാറ്റ് ഇലക്ട്രിക് ഗിറ്റാർ സോളോ അലോങ് വിത്ത് ദ ക്യാമറ വർക്ക് വാസ് മാജിക്. ഇത് എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലും കേട്ടാൽ ഇത് ക്രെഡിറ്റ് കൂടി കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു പാർട്ട് ടൈം ഗുഡ് ഗൈ 728 എന്ന യൂട്യൂബ് ഹാൻഡിലിൽ നിന്നുള്ള ഒരു ടൈറ്റിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പല പടങ്ങളിലും സാർ ആ ഒരു കാലഘട്ടത്തിൻ്റേതല്ലാതെ കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിച്ച് പല എക്സ്പെരിമെൻസും ചെയ്തിട്ടുണ്ട് എന്ന് കൂടുതൽ ഗഹനമായി സംഗീതത്തെക്കുറിച്ച് പറയുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത് പ്ലാൻഡ് ആയിരുന്നു, അല്ല ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് തന്നെ ഇല്ല അത് ആ കാലത്തിന് വേണ്ടത് തന്നെ ആയിരുന്നു എന്ന രീതിയിലാണോ തോന്നൽ? അല്ല, കാലത്തിനനുസരിച്ചിട്ടാണോ അതോ ഹെഡാണോ ഈ പുറകിലാണോ എന്നുള്ളത് സത്യം പറഞ്ഞ് ചിന്തിക്കാറില്ല ചെയ്യുമ്പോൾ. കൺവെൻഷനലായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന പാറ്റേൺ ഓഫ് കോമ്പോസിഷൻസ് ബോധപൂർവം ചിലപ്പോൾ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. പിന്നെ നമ്മളെ ഇൻട്രാക്ഷൻസാണ് ഈ പറഞ്ഞ ലിസ്റ്റിലല്ലാതെ എണ്ണമറ്റ സോങ്ങുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ ഇടപെടുന്ന ആൾക്കാർ നമ്മൾക്ക് തരുന്ന സ്വാതന്ത്ര്യം, നമ്മളോട് ഉള്ള ഇതിൻ്റെ എന്താ പറയുക ആവശ്യകത അല്ലേ, ഡിമാൻഡ്, ഇതെന്താണ് ഈ പാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കേരള കഫേ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ടൈറ്റിൽ സോങ് അത് ചെയ്തപ്പോൾ രഞ്ജിത്തേട്ടൻ, ഡയറക്ടർ രഞ്ജിത്ത് പറഞ്ഞത്, ബിജി എനിക്കൊരു ഹിറ്റ് പാട്ട് വേണ്ട എന്നാണ്. വേണ്ട, എനിക്കൊരു ഹിറ്റ് പാട്ട് വേണ്ട എന്നാണ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ സോ നമുക്കത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് മറ്റൊരു കേൾവിക്ക് എന്നെ മാത്രം ഇഷ്ടപ്പെടുത്തുന്ന ഒരു പാട്ടായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്തപ്പോൾ ആഷിക്ക് പറഞ്ഞത്, ബിജി നമുക്ക് ഹിറ്റാവോ ഇല്ലയോ എന്ന് നോക്കണ്ട, നമുക്ക് വളരെ സ്വീറ്റായിട്ടുള്ള പാട്ടുകൾ ചെയ്യാം, വളരെ സ്വീറ്റ്. അത് നമുക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക് കൊണ്ടും ലിറിക് കൊണ്ടും നമുക്ക് കുറേ കാലം കഴിഞ്ഞാലും ഒരു നല്ല, നമ്മൾ പഴയ ബാബു രാജിൻ്റെയും ഒക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഇമോഷനില്ലേ, ഒരു 50 കൊല്ലം കഴിഞ്ഞ് കേട്ടാലും അതിൻ്റെ മ്യൂസിക്കാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഇതുണ്ടല്ലോ. ഇപ്പോൾ ചന്ദ്രബിംബം നെഞ്ചിലേന്തും പുള്ളിമാനെ നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ആ വെർബൽ ആയിട്ടുള്ള ഇത് അത്തരം പാട്ടുകൾ വേണം എന്നാണ് സോൾട്ട് ആൻഡ് പെപ്പറിൽ പറഞ്ഞത്. അപ്പോൾ അത്തരം ഡിസ്കഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. അതല്ല ചിലർ പറയും ഇപ്പോൾ ഒരു ഹിന്ദി, അവരുടെ മനസ്സിലൊരു ഹിന്ദിയോ തമിഴോ പാട്ടുകളുണ്ടാവും, അതുമായിട്ട് മീറ്റ് ചെയ്യാൻ നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോരേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള നമുക്കൊരു നെഗറ്റീവ് ഇമ്പൾസ് വരുമ്പോൾ നമുക്കത് ഭംഗിയാവില്ല. ചെയ്യും, പക്ഷെ ഭംഗിയാവില്ല. ഭംഗിയാവുന്ന ഇടങ്ങൾ ഇതൊക്കെയാണ്, സൗഹൃദത്തിൻ്റെയും ഇൻട്രാക്ഷൻ്റെയും മ്യൂസിക്കിനെ കുറിച്ചും അതിനപ്പുറത്തും ഒക്കെ ആളുകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഇത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻസ്, പൊളിറ്റിക്സ്, സൊസൈറ്റി, എല്ലാത്തിനെ കുറിച്ചും ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ വരുമ്പോൾ അതിനിടയിൽ എപ്പോഴോ ഈ പാട്ടിൻ്റെ ആശയം എപ്പോഴെങ്കിലും വരാം. ഇതൊക്കെ പാട്ടുമായിട്ട് സംബന്ധമായ സംസാരം ആയിരിക്കണമെന്നില്ല, പക്ഷെ നമ്മളുടെ മൊത്തത്തിലുള്ള ക്യാരക്ടറിനെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അത്തരം ചർച്ചകൾ രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റണം.
ചർച്ചകളും വായനയും ഒരുപാട് സാറിനെ സ്വാധീനിച്ചതായിട്ട് സാർ തന്നെ പലപ്പോഴായി ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ സംഗീതം കേൾക്കുന്നവരുടെ ഒരു സ്പെഷ്യൽ ഫീച്ചറിലേക്കാണ് ഇനി അടുത്തത് ശ്രദ്ധ തിരിക്കാനുള്ളത്. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും ഫാൻസിന് അവർക്ക് ഇഷ്ടമുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇൻ്റർലൂഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചരണത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കാം, ലിറിക്സിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കാം. ബിജുപാൽ സാറിൻ്റെ പാട്ടുകളുടെ ഫാൻസിന് മാത്രമായിരിക്കും അവരുടെ ഫേവറേറ്റ് സൈലൻസുകൾ ഉള്ളത്. കാരണം സാറിൻ്റെ ഒട്ടുമിക്ക പാട്ടുകളിലും ഒരു സിഗ്നേച്ചർ സൈലൻസ്, അത് ചിലപ്പോൾ 1 സെക്കൻഡ് ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് ലോങ്ങർ ആയിരിക്കാം. സോ ഐ ഹാവ് എ പേഴ്സണൽ ഫേവറേറ്റ്. എനിക്ക് പാടാൻ ഒട്ടും അറിയില്ല എന്ന ഒരു വിഷമം കൊണ്ട് ഞാനത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ സാറ് കഴിഞ്ഞാൽ, VS കഴിഞ്ഞാൽ, പോസസിനെ, സൈലൻസിനെ ഇത്ര ക്രിയേറ്റീവായി ഉപയോഗിച്ചൊരു മലയാളി ബിജുപാൽ സാർ ആയിരിക്കും. കാരണം സെയിം പേർപ്പസാ, അതായത് ഒരേ പേർപ്പസാണ്. നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ആയിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇത് നിൽക്കുമ്പോൾ നമ്മളൊന്ന് നോക്കും. അത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആവാൻ കാരണം ഇത് റിലീസായി റേഡിയോയിൽ സ്ഥിരം ഈ പാട്ട് വന്നിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ RJing തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ 15 സെക്കൻഡ്സ് ആണ് ഇതിലെ സൈലൻസ് കേട്ടോ. ഇത് ഡെഡ് എയർ ആണ് ഇൻ റേഡിയോ ടേംസ്. ഡെഡ് എയർ വിടാൻ പാടില്ല, അതായത് ഡെഡ് ആയാലും ഡെഡ് എയർ വിടാൻ പാടില്ല എന്നാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ ആദ്യമൊക്കെ ഈ പാട്ട് വരുമ്പോൾ നമ്മൾ കേട്ട് തുടങ്ങുമ്പോൾ അയ്യോ സ്റ്റക്കായോ എന്ന് നോക്കി നമ്മൾ പെട്ടെന്ന് പ്ലേസിലേക്ക് നോക്കും. നമ്മൾ ശ്രദ്ധ തിരിഞ്ഞുകൊണ്ടാണോ. പിന്നെ ഈ പാട്ടിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രുമെൻ്റ് വരുമ്പോൾ വരുന്നൊരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ പാട്ട് എനിക്ക് അങ്ങനെ ആ രീതിയിൽ ഫേവറേറ്റ് ആണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, സൈലൻസിനെ ഒരു 7 സ്വരങ്ങൾക്ക് അപ്പുറം ഒരു 8ാം സ്വരമായി സാറ് നിരവധി പാട്ടുകളിൽ, ഇടുക്കിയിലുണ്ട് അത്, അതേപോലെ തന്നെ ചെമ്പാവ് നിലയിൽ ലാസ്റ്റ് ഉണ്ട്, നമ്മുടെ വയലിനിലെ പാട്ടിൽ ഓരോരോ സ്റ്റാൻസ് കഴിയുമ്പോൾ ഒരു മിനിസ്ക്യൂൾ സൈലൻസ് വന്നു പോകുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു യൂസേജ് സാർ ഇൻസ്പയർഡ് ആയത് എവിടുന്ന, അല്ലെങ്കിൽ അത് ഇത്രയും എഫക്റ്റീവ്ലി യൂസ് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ കാരണം എന്താ? അത് ഒരു ചെറിയൊരു ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു ഇതുണ്ട് നമ്മളുടെ. ഒരു പക്ഷേ ഒരു ഇൻഹെറൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ചിലപ്പോൾ നമ്മളുടെ അങ്ങനെ ആയിരിക്കും. സൈലൻസിന് എൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. സൈലൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതുപോലെ അതിൻ്റെ ഭംഗി ഇപ്പോൾ സിനിമയിലൊക്കെ നിങ്ങളൊക്കെ കേൾക്കുമ്പോൾ അറിയാം, ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ഒരു നമ്മൾ ശബ്ദം പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് സൈലൻസ് വരുമ്പോൾ പോലും നമ്മൾ ഞെട്ടാറുണ്ടാവും. ഒരു പക്ഷേ ചില സ്ഥലത്ത് അസ്വസ്ഥമാവും, നമ്മളുടെ ഉള്ളിൽ വാക്യൂമായി പോലെ തോന്നും. ആ സിനിമ അല്ലെങ്കിൽ ആ സീൻ ഡിമാൻഡ് ചെയ്യുന്നത് ആ വാക്യൂംനെസ്സാണ്. അവിടെ നമ്മൾ ബഹളമിട്ട് ചെയ്താൽ അത് വേറെ രീതിയിൽ വർക്കാവുമായിരിക്കും. പക്ഷേ പെട്ടെന്ന് കട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത് ഉണ്ടാവും. ഇപ്പോൾ സൈലൻസിനെ കുറിച്ച് താങ്കൾ പറഞ്ഞപ്പോൾ പണ്ട് ഈ സെൻ കഥകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയും, ഈ ബുദ്ധൻ ഇങ്ങനെ വന്നിരിക്കും അത്രേ സദസ്സിൽ, ഈ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വന്നിരിക്കും. ആയിരക്കണക്കിന് ആളുകളെ ഇങ്ങനെ കാത്തിരിക്കും. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്താണ് വരാൻ പോകുന്നതെന്ന് ഇങ്ങനെ ഇരിക്കും. അങ്ങേര് വന്ന് ഇവിടെ ഇരിക്കും അത്രേ. ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുള്ളി എഴുന്നേറ്റ് പോകും. അപ്പോൾ അത്രയും ഈ ജിജ്ഞാസ ഇങ്ങനെ ഒരു വാക്ക് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയും അപ്പോൾ ഉള്ളൊരു സാധന ഇല്ലേ, ആ ഒരു കാത്തിരിപ്പിൻ്റെ ഫുൾ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിട്ട് എന്ത് വാക്കാണ് പതിഞ്ഞ ശബ്ദത്തിലായിരിക്കും ചിലപ്പോൾ പറയുക, അത് കേൾക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വെയിറ്റിങ്ങിൻ്റെ സൈലൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ് എന്തെങ്കിലും ശബ്ദം കൊടുക്കണം. ബുദ്ധനെ മാത്രം ചിലപ്പോൾ അതിനൊരു സ്വാതന്ത്ര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ എഴുന്നേറ്റ് പോയൊക്കെ ചീത്ത പറയും. അതെ. അപ്പം അങ്ങനെ ഉണ്ട് സൈലൻസിൻ്റെ ഒരു രീതി. അത് വളരെ എഫക്റ്റീവ്ലി, അത് പലരും ഈ പറയുന്ന പോലെ സാറിൻ്റെ പാട്ടിലെ സൈലൻസുകളെ കുറിച്ചും അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പേഴ്സണൽ സർക്കിൾസിലാണെങ്കിലും സംസാരിക്കുമ്പോൾ വരുന്ന ഒരു മേജർ എലമെൻ്റ് ആണ്. സൈലൻസിൽ ഒരു അഭാവമാണ് എങ്കിൽ ഇനി ഭാവത്തെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഭാവഗായകൻ എന്ന ഒരു ടൈറ്റിൽ എന്തുകൊണ്ട് ജയചന്ദ്രൻ സാറിന് സൂട്ടബിൾ ആണ് എന്ന് ഒരു പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും യങ്ങർ ജനറേഷൻസിനെ റെഗുലർലി റിമൈൻഡ് ചെയ്തുകൊണ്ടിരുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നതും ബിജുപാൽ സാറാണ്. കാരണം അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ വോയിസിന് അനുസരിച്ചുള്ള നിരവധി പാട്ടുകൾ. ആ പാട്ടുകളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കമൻറ്റ് വായിക്കാം. അഗൈൻ ദിസ് ഇസ് ഫ്രം 8 years ago. 8 കൊല്ലം മുന്നേ ഉള്ള ഒരു പാട്ടിൻ്റെ, സാറിൻ്റെ ഒരു പാട്ടിൻ്റെ താഴത്തെ കമൻറ്റാണ്. ജയചന്ദ്രൻ സാർ പാടിയ പാട്ടാണ്. സാറിന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സാറിന് ഗസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമോ നോക്കാം. ദ കമൻറ്റ് ഇസ് ദിസ്: മലയാള സിനിമയിൽ നിന്നും ഒളിച്ചോടി എന്ന് നാം കരുതുന്ന ഒരു സംഗതിയുണ്ട്, മലയാളിത്തം. കഴിഞ്ഞ കുറേ കാലങ്ങളായി ആളുകൾ അത് തപ്പി നടക്കുകയാണ്. ഇപ്പോഴിതാ തേടിയ വള്ളി കാലിൽ ചുറ്റി. ഇത് ഉഗ്രൻ ഒരു നോസ്റ്റാൾജിക് ഐറ്റം. 8 years മുന്നെയാണ് കേട്ടോ മലയാള സിനിമയിൽ നിന്ന് മലയാളത്തെ ഒളിച്ചോടി എന്ന് ഡിക്ലെയർ ചെയ്ത ഒരു കമൻറ്റ്. പക്ഷേ യൂട്യൂബ് കമൻറ്റ് സെക്ഷൻ ഇസ് ഓൾമോസ്റ്റ് ഓൾവേസ് റോ ആൻഡ് ജെന്വിൻ. ആരെയും പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, അതുകൊണ്ട് ഇറ്റ്സ് ട്രൂ. സോ ലെറ്റ്സ് സീ. സാർ, ഈ പാട്ട്, ഈ ഒരു കമൻറ്റ് ഏത് പാട്ടിനായിരിക്കാം എന്നൊരു ഊഹം? ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പറഞ്ഞോളൂ. ആരതി ടീച്ചർക്ക് ഒരു ഗസ് ഉണ്ട്. ഇല്ല? ഏതായിരുന്നു? ആർക്കും ഇല്ല ഗസ്? പറഞ്ഞ് തെറ്റണ്ടെന്ന് വെച്ചിട്ടാ, കോളേജ് അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള പ്രശ്നമാണ്. സോ ദിസ് ഈസ് ഫ്രം ദ കമൻറ്റ് സെക്ഷൻ ഓഫ് ഞാനൊരു മലയാളി. സിനിമ ഏതെന്ന് അറിയില്ലെങ്കിൽ പോലും പലർക്കും പാട്ട് അറിയാം. അതേ ജിലേബി വന്നു, അതും വന്നു. ഓക്കെ. സോ ജയചന്ദ്രൻ സാറിൻ്റെ പറയുമ്പോൾ, സാർ നേരത്തെ പറഞ്ഞ കഥയെ മാമ, അതേപോലെ തന്നെ തൃശ്ശൂരുകാരുടെ ഒരു ഫേവറേറ്റ് ട്രാക്കാണ് പൂരങ്ങളുടെ പൂരം, പുണ്യാളൻ, ഞാനൊരു മലയാളി, എൻ്റെ ജനലരികിൽ നിന്ന്, അതേപോലെ തന്നെ പ്രേമിക്കുമ്പോൾ, സോൾട്ട് ആൻഡ് പെപ്പർ. അദ്ദേഹത്തെ കൊണ്ട് പ്രണയമാണെങ്കിലും ആഘോഷമാണെങ്കിലും ഹോപ്പാണെങ്കിലും ഇതിലേക്കൊക്കെ എത്തിച്ചു. അപ്പോൾ സാർ ഏറ്റവും കൂടുതൽ പാടിപ്പിച്ചിരിക്കുന്ന മെയിൽ സിംഗറും ഒരു പക്ഷെ അദ്ദേഹമാണോ എന്ന് സംശയമുണ്ട്. അഗൈൻ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആൻഡ് കെമിസ്ട്രി, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ജയേട്ടൻ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ യേശുദാസ് സാർ ഒബ്വിയസ്ലി നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. അത് എന്നെപ്പോലുള്ള ഒരു ആസ്വാദകന് കൂടുതൽ അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരാൾ നമ്മൾ വിശ്വസിക്കില്ല. ജയചന്ദ്രൻ എന്ന് പറയുന്ന സിംഗർ ഒരു എനിക്ക് തോന്നുന്നു 70s to 80s കാലഘട്ടത്തിൽ 15 വർഷം മലയാള സിനിമയിൽ പാടിയിട്ടില്ല. ഓ, അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. തുടർച്ചയായി 15 വർഷം അദ്ദേഹം പാടിയിട്ടില്ല. അദ്ദേഹത്തെ പാടിക്കാത്തതാണോ, അവസരം കിട്ടാതെ അറിയില്ല. പക്ഷെ അദ്ദേഹത്തെ പോലൊരു പാട്ടുകാരൻ ഈ 15 വർഷം പാടിയിട്ടില്ലെന്ന് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ഡീൽ ചെയ്യുന്നതിൻ്റെ, കാരണം അദ്ദേഹത്തെ പ്രത്യേക ടൈപ്പാണ്. ചിലപ്പോൾ കുറച്ചൊരു സ്ട്രിക്റ്റ് ആയ ഹെഡ് മാസ്റ്റർ എന്ന രീതിയിലാണ്. പെട്ടെന്ന് മൂടിയാണ്. ചിലപ്പോൾ ഒരാളെ സൗഹൃദപൂർവ്വം പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇപ്പം ഞാനിത് വേണമെന്നൊക്കെ പറയും. അങ്ങനെ പുള്ളിയുടെ മൂഡ് സ്വിങ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ആർജേസിനും എല്ലാവർക്കും വിളിക്കാൻ പറ്റില്ല, ചിലർ മാത്രമേ വിളിക്കൂ, ചിലർക്ക് പേടിയാണ്. അപ്പൊ അത് എന്താ തിരിച്ച് പറയുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരാളോട് ഇത്തരം വലിയൊരു മാസ് മീഡിയമാണ് സിനിമ. അതിലൊരു സൗഹൃദമുണ്ട്, അതിൽ പൊളൈറ്റ്നെസ് വേണം, സംസാരത്തിൽ ഒരു ഔപചാരികത വേണം. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അത് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റിക്വയർമെൻ്റ് ഒന്നുമല്ല. പക്ഷെ അങ്ങനെയാണല്ലോ. ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത്, ഇപ്പോൾ ലാൽ ജോസ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ലിറിക് റൈറ്റേഴ്സിനെ കുറിച്ച്. ഒരു പ്രശസ്തനായിട്ടുള്ള ലിറിക് റൈറ്റർ, അദ്ദേഹം കുറച്ച് മദ്യപിക്കുന്നൊരു ആളായിരുന്നു. അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതെന്ന് നാട്ടുകാരും സിനിമാക്കാരും അദ്ദേഹവും വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഈ കള്ളുകൂടി കൂടിയിട്ട് മിസ്ബിഹേവ് ചെയ്തിട്ട് അദ്ദേഹം പുറത്തായി. ആ സമയം എന്ന് പറഞ്ഞാൽ എക്സിറ്റായി പല സിനിമ വർക്കുകളിൽ. അപ്പോൾ അദ്ദേഹം ലാലുവേട്ടൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പാട്ട് എഴുതുക എന്നുള്ളതിനപ്പുറം നമ്മൾ ഒരു മുറിയിൽ ഒരു ടീപ്പോയുടെ ഇപ്പുറത്തും കസേരകളിട്ട് നമ്മൾക്ക് സംസാരിക്കാൻ പറ്റണ്ടേ? ചിലപ്പോൾ ഒരു 1-2 ആഴ്ചകൾ തുടർച്ചയായിട്ട് നമുക്ക് സംസാരിക്കണം, സൗഹൃദപൂർവ്വം സംസാരിക്കാൻ പറ്റണമല്ലോ. അത് കഴിഞ്ഞല്ലേ പാട്ട്. ഇങ്ങനെ പോലും പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ലോകത്ത് ആരും ഒരു നെസസിറ്റി അല്ല. ലോകത്ത് ആരുടെയും ആവശ്യമില്ല ശരിക്കും, അല്ലേ? എന്നാൽ അത് അങ്ങനെ ഉണ്ടായിപ്പോയത് കൊണ്ട് അങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സസ്റ്റെയിൻ ചെയ്യുക എവിടെയായാലും, ഇൻഡസ്ട്രിയിലല്ല, നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോഴും അതിനൊരു മിനിമം അതിൻ്റേതായിട്ടുള്ളൊരു അടുക്കും ചിട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ. അതിൻ്റെ പ്രശ്നമാണോ എനിക്കറിയില്ല. ബട്ട് ഹീസ് എ സ്വീറ്റ് ഫെലോ. ജയേട്ടൻ വളരെ സ്വീറ്റും ഇന്നസെൻറ്റും ആയിട്ടുള്ള ഫെലോ ആണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുക. അദ്ദേഹം എന്നെയും ഒരുപാട് വാത്സല്യപൂർവ്വം കാണുന്ന ഒരാളാണ്. പാടിക്കുമ്പോൾ നമ്മൾ റെക്കോർഡിങ്സ് കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ കൺസോളിൽ മ്യൂസിക് കമ്പോസർ ഇരിക്കും, അദ്ദേഹം
സിംഗിങ് ക്യാബിനിൽ നിന്ന് പാടും. പക്ഷെ ഞാൻ ചെയ്യാറില്ല, അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ ഞാൻ അടുത്ത് പോയിരിക്കും, സിംഗിങ് സ്യൂട്ടിൽ തന്നെ ഹെഡ്ഫോൺ വെച്ച് പോയിരുന്നിട്ട് അടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കെയറിങ്ങും കൂടി അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അപ്പോൾ അത് പെട്ടെന്ന് അദ്ദേഹം പാടുമ്പോൾ പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ ഇത് പറഞ്ഞു കൊടുത്താൽ പുള്ളി അടുത്ത ടേക്കിൽ പുള്ളിക്ക് തോന്നണ പോലെ അങ്ങ് പാടും. പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്നൊക്കെ പാടും. അല്ല സാറേ നോക്കൂ, പ്രേമിക്കുമ്പോൾ റിപ്പീറ്റ് നീയും ഞാനും, അങ്ങനെ നീരിൽ തേർഡ് ലൈനാണ്. ഇങ്ങനെ പറഞ്ഞ് ഓക്കെ 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 എടുക്കും ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു. പിന്നെ പെട്ടെന്ന് വീണ്ടും അബദ്ധം പറ്റും. അപ്പം അത് എങ്ങനെയായിരുന്നു, എങ്ങനെ പറയും. അപ്പം ഇങ്ങനെ ഒരു ഇതുണ്ട് പുള്ളിക്ക്. ചിലപ്പോൾ എല്ലാവർക്കും അത് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവഗായകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടാൽ അറിയാം, ആ വരികളെ അദ്ദേഹം ലിറിക്കൽ റെസ്പെക്റ്റ്, ഒരു ഒരു കവിതയോട് റെസ്പെക്റ്റ് കൊടുത്താണ് അദ്ദേഹം പാടുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, അത് ചേട്ടൻ ബുക്കുകൾ വായിക്കുമോ, പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഇല്ലേ, അയ്യോ ഞാനും എല്ലാവരും ചോദിക്കാറുണ്ട് എന്നോട്, പാട്ട് കേട്ട് കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്ന ആളാണ്. ഞാൻ ഒരിക്കലും വായിക്കില്ല, എനിക്ക് ക്ഷമയില്ല എന്ന് പറയും. പക്ഷെ അദ്ദേഹം പാടുമ്പോൾ വരി, ഇപ്പോൾ എന്തേ ഇന്നും വിദ്യാജിയുടെ പാട്ട് കേട്ടാൽ അറിയാം അല്ലേ, ആലിലത്താലിയുമായി വരൂ നീ തെന്നലേ ഇതിലേ എതിലൂടെയാണോ പോകുന്നത്, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർഗാനിക് ആയിട്ടുള്ള ഇതായിരിക്കും. ഇതിലേ ആണല്ലോ, ഏതിലേ എന്നുള്ളൊരു സാധനം. ഇതിലേ എന്ന് പാടാം. ഇതിലേ ആവണി പൊയ്കയിൽ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എന്താ ആ ഒരു ഭാവാത്മകത. എൻ്റെ ജനലരികിൽ ഇന്ന് എന്ന് പാടുമ്പോൾ അത് നമുക്ക് തോന്നും എൻ്റെ ജനലിൻ്റെ അരികിലാണ്. എൻ്റെ ജനലരികിൽ ഇന്ന്, എൻ്റെ ജനലരികിൽ ഇന്ന്, എൻ്റെ ജനലരികിൽ ഇന്ന്, എൻ്റെ ജനല, ഇങ്ങനെ ഒരു വരി തന്നെ ഭാവാത്മകമായിട്ട് പല രീതിയിൽ പാടാം. അത് നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പാടാം. എൻ്റെ ജനലരികിൽ എന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ജനലരികിലാവാം, അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയുമ്പോഴാണ് വിശ്വാസ്യത കൂടുന്നത്. എൻ്റെ ജനലരികിൽ ഇന്ന് ഒരു ജമന്തിപ്പൂവിൻ്റെ ബ്യൂട്ടിഫൈ ചെയ്യുക. ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു. അത് അത്തരം അതാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത് ഓവറാവാനും പാടില്ല, പക്ഷെ നമ്മളുടേതാക്കണം അത്. അപ്പോഴാണ് പാട്ടിന് അതിൻ്റെ ഒരു സൗന്ദര്യം വരിക. അപ്പോഴാണ് ഓരോരുത്തർക്കും അവരവരുടേതായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള അശരീരി ഗാനമായിട്ട് വരുമ്പോഴേക്കും അതൊരു നമ്മൾ ചിലപ്പോൾ വലിയ എവിടെന്നോ കേൾക്കുന്ന പോലെ തോന്നാം. പക്ഷെ നമ്മൾക്ക് പാടാൻ തോന്നണമെങ്കിൽ അത് ആ പാടുന്നയാൾ അയാൾക്ക് പാടാൻ തോന്നിയത് കൊണ്ട് പാടിയെന്ന് നമുക്ക് തോന്നണം. അപ്പോഴാണത് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു എർത്ത്ലി സിംഗറെന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയാം അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ. ശരിക്കും അതൊരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു, എങ്ങനെ എക്സ്പ്രഷൻ പാട്ടിലേക്ക് കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഇടയിൽ കൈയടിച്ചാൽ ഡിസ്റ്റർബ് ആവും എന്നുള്ളതുകൊണ്ട് ഒരുപാട് കൈയടികൾ ഓൺ ഹോൾഡ് ആയിരുന്നു. അപ്പോൾ ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ആൻഡ് അഗൈൻ അതിൽ നിന്ന് കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്, ഒരു 4 പാട്ടിൻ്റെ ഓരോ ലൈൻ കിട്ടി, ഒരു പാട്ടിൻ്റെ 4 ലൈൻ ഒന്നിച്ച് കിട്ടിയാൽ കുറച്ചും കൂടി ഒരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആവും. പ്രണയമേ നീ മുഴുവനായി മധുരിതമെങ്കിലും എരിയുവതെന്തേ സിരയിലാകെ പരവശമിങ്ങനെ ഒരു മലരിതളാ
തീർക്കും വിരഹനിലാവാ തീർക്കും പ്രേമം പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ. somehow composer's version from the heart കേൾക്കുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് വി ആർ ബ്ലെസ്ഡ് ദാറ്റ് വി കുഡ് ലിസൺ ടു ദാറ്റ് ലൈവ്. അഗൈൻ കമ്മിങ് ബാക്ക് ടു SH ടൈറ്റിൽ, നിങ്ങൾ TLF നൽകിയ ഒരു ടൈറ്റിൽ, പുതിയ കാലം പുതിയ ഈണങ്ങൾ, അങ്ങനെ ഒരു ടൈറ്റിൽ വെച്ച് നോക്കിയാൽ പഴയ ഈണങ്ങളെ പുതിയ കാലത്തിൻ്റെ പുതിയ ഈണങ്ങളാക്കുന്നതിലും യു ഹാവ് സ്പെഷ്യലൈസ്ഡ്. ലൗഡ് സ്പീക്കറിലൂടെ അല്ലിയാമ്പലിനൊരു പുതിയ ജന്മം നൽകി എന്ന് പറയേണ്ടി വരും. നീലവെളിച്ചം ഫുൾ മൂവി, അതിൻ്റെ ഒരു ചലഞ്ച് ഒരു വശത്ത്. ഒപ്പം ശുഭരാത്രിയിലെ ഞാൻ എന്നും തുടങ്ങുന്ന ഒരു പാട്ട്, അത് നമ്മുടെ ബാഹുബലിയിലെയൊക്കെ പാട്ട് പോലെ ചെയ്യണമെന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്യിപ്പിച്ചതാണ്. അത് അന്ന് ലിറിസിസ്റ്റ് സന്തോഷ് വർമ്മ, അതിനെഴുതിയ വ്യക്തി, നമുക്ക് പാട്ടുപീഡിയയിലൂടെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഒരു ലിറിസിസ്റ്റിന്, ഒരു കമ്പോസർക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ആ പാട്ടുണ്ട് അതുപോലെ ഒരെണ്ണം വേണമെന്ന് പറയുന്നത്. പക്ഷെ സിനിമയിൽ അതാണ് സീക്വൻസ്, ഒരു സ്പൂഫാണ് ഓൾമോസ്റ്റ്, പക്ഷെ ഒരു ഫുൾ പാട്ടുമാണ്. അതുകൊണ്ട് ഞാനും വിജയൊക്കെ അങ്ങനത്തെ ചാലഞ്ചസ് ഏറ്റെടുത്ത് ചെയ്യുന്നു. പക്ഷെ അത് ഡിഫിക്കൽട്ടാണ് എന്നുള്ളത് അന്ന് അദ്ദേഹം ലിറിക്സിനെ കുറിച്ച് അന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 2 പോയിന്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ഒരു പോയിന്റ് വരുന്നത് ഈ പഴയ പാട്ടുകളെ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തെ സാറ് സക്സസ്ഫുള്ളി ചെയ്തിരിക്കുന്നു, അത് 2-3 കൂടുതൽ തവണ. അതിൻ്റെ ഒരു ചാലഞ്ചും, ഇങ്ങനെ ഈ റെഫറൻസ് തന്ന് ചെയ്യുമ്പോൾ അവിടെയും അത് തന്നെയാണല്ലോ, ബേസിക്കലി ഒരു കോമൺ ത്രെഡ് ഉണ്ട്, അതിൻ്റെയും ഒരു ചാലഞ്ച്. അതിനെ എങ്ങനെയാണ് ഇത്രയും ഭംഗിയായി മറികടക്കുന്നത്? മറികടക്കാൻ പറ്റുമെന്ന് കരുതാറില്ല പൊതുവേ. കാരണം പഴയ പാട്ടുകളെടുത്ത് റീമിക്സ് എന്ന വാക്ക് ആണല്ലോ ഉപയോഗിക്കുന്നത്. അത് റീമിക്സ് ചെയ്യുക, റീവിസിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ ബേസിക്കലി ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം പഴയ പാട്ടായിട്ട് കേൾക്കുക. കാരണം ഇപ്പോൾ താമസമെന്തേ ചെയ്യുന്നു, താമസമെന്തേ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയധികം കേട്ടിട്ടുള്ള പാട്ടുകൾ വിരളമാണ്. ഒരു ഹാൻഡ്ഫുൾ ഓഫ് സോങ്സേ അത്രയധികം കേട്ടിട്ടുണ്ടാവുള്ളൂ. ഒരു കാലത്തും അതിനോട് നീതി പുലർത്തി പാടാൻ പറ്റിയിട്ടില്ല. കാഷ്വലി പാടുമ്പോൾ അതെന്തോ ഒരു ഏനക്കേട് വരും പാടുമ്പോൾ. അപ്പോൾ അതൊരു അൺടച്ച്ഡായിട്ട് ഇങ്ങനെ നമ്മളോട് ഡിറ്റാച്ച്ഡായിട്ട് നിൽക്കുന്ന ഏതോ ഒരു സ്വർഗീയ ഗാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു പാട്ടാണ്. അത് യേശുദാസ് സാറിൻ്റെ വേർഷൻ, പഴയ വേർഷന് കുറച്ച് നോയ്സ് ഒക്കെ ഉള്ളതാണ്. അതിനുശേഷം അദ്ദേഹം ഒരു 80s ഒരു സ്റ്റേജിൽ പാടുന്ന ഒരു പാട്ട് യൂട്യൂബിലുണ്ട്, വേർഷൻ, ഏതോ ഒരു സദസ്സിൽ. അതൊരു എത്രയോ ആവർത്തി ഞാൻ കേട്ടിട്ടുണ്ട്. ലൈവാണ് പാടുന്നത്. ബട്ട് അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, ഇത് ഷഹബാസിനെയും ഞാനത് കേൾപ്പിച്ചു, ആഷിഖിനെയൊക്കെ ഇത് കേൾപ്പിച്ചു. ഇതാണ് നമ്മൾ തൊടാൻ പോകുന്നത്, ഈ പാട്ടാണ് തൊടാൻ പോകുന്നത്, ഇത് കേൾക്കൂ, ഇത് അദ്ദേഹം പാടുന്നത്. അതായത് ബാബുരാജ് എന്ന് പറയുന്ന കമ്പോസർ ഫ്രണ്ടിലിരിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് അച്ചടക്ക ഓരോ വാക്കുകൾ പറയുന്ന ആ സംഗതികൾ, അത് നമുക്ക് ആ ഒരു ആർട്ടിക്കുലേഷൻ നമ്മൾ പറയും, അത് ഒരിക്കലും നമുക്ക് കിട്ടില്ല. അത് വിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അത്തരം ഇതുകൾ. അപ്പോൾ അത് ഞാൻ ആഷിഖിനോട് പറഞ്ഞിടാ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓർമ്മയുണ്ടല്ലോ എന്ന് പറയും. എന്നിട്ടാണ് ഇത് തൊട്ടത്. അപ്പോൾ അത് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ യേശുദാസ് ടൊണാലിറ്റി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ടോൺ, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ, അല്ലെങ്കിൽ മേ ബി 90s വരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ്. ഇപ്പോഴല്ല, നമ്മൾ ആൾക്കാരൊക്കെ ഇപ്പോഴത്തെ ഒരു 10-20 വർഷത്തെയാണ് കേട്ടിട്ടുള്ളത്. ഞാൻ പലപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഈ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ. ഇവരൊന്നും പഴയ പാട്ട് കേട്ടിട്ടില്ല, പഴയ അദ്ദേഹത്തിൻ്റെ ആലാപനം കേട്ടപ്പോൾ ഞാനിത് ഇട്ട് കേൾപ്പിച്ചു കൊടുക്കും, ഇത് നോക്കൂ, ഇത് അപ്പോഴാണ് അവർ ഞെട്ടിപ്പോകുന്നത്.
പലപ്പോഴും. അപ്പോൾ അത്തരം അതിനെന്തോ ഒരു പരിപാടി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ റെയർ ആയിട്ടുള്ളൊരു മേക്കിൻ്റെ ഗുണമായിരിക്കാം, അറിയില്ല. അപ്പോൾ അത് പക്ഷേ ഷെഹബാസിൻ്റേതായിട്ടുള്ള മറ്റു ചില ക്വാളിറ്റീസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ രീതിയിൽ പാട്ട് പറഞ്ഞും പാടിയും ഫലിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ഇൻ്റലക്റ്റും കൂടിയാണ്. അദ്ദേഹത്തിന് ഭാഷ അറിയാം, ഇമോഷൻ അറിയാം, എങ്ങനെ ക്യാരി ചെയ്യണമെന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയിലേക്ക് അത് പറിച്ചു നടുകയാണ് ചെയ്തത്. അല്ലാതെ യേശുദാസിനെ പോലെ പാടുന്ന മറ്റൊരു ഗായകനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും അതിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി ഡണ്ണാണ്. പക്ഷെ മറ്റൊരു വേർഷൻ, ഇതൊന്നും നമ്മൾ കേൾക്കാത്ത ആസ്വദിക്കാത്ത മറ്റൊരു വേർഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ബേസിക്കലി എനിക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമല്ല. കേൾക്കുക, പഴയത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു റെഫറൻസ് അവിടെ പഴയതല്ല, പലപ്പോഴും മേ ബി ലാസ്റ്റ് ഇയർ ഇറങ്ങിയ ഒരു സിനിമയായിരിക്കും. ഇഷ്ടമല്ല. അതെങ്ങനെ, എന്താണ് അപ്പൊ ചിന്തയിൽ? കാരണം ന്യൂ ആയി ക്രിയേറ്റ് ചെയ്യാനാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ അവിടെ ബാഹുബലി പോലെ ഇപ്പൊ അങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് പോകുന്ന ആള് അജു വർഗീസും മറ്റൊരു കുട്ടിയും ചേർന്നതിന്റെ സ്വപ്നത്തിൽ എനിക്ക് ആ സിനിമ തന്നെ കണ്ടല്ല. അപ്പൊ അത്തരം സ്വപ്നത്തിലേക്ക് പോകുന്ന പാട്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ വേണ്ടത് ബാഹുബലിയിലെ പാട്ട് പോലത്തെ അത് തന്നെ. കാരണം ഇയാൾ ഉദ്ദേശിക്കുന്നത് മറ്റേ അതില് നായകനും മറ്റേ അരയന്നങ്ങളൊക്കെ ഉള്ള കപ്പൽ ഇതിലൊക്കെ പോകുന്ന അത് വച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഗതികേട് കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ബാഹുബലി ഇൻസ്പയർഡ് ആണെന്ന് വിഷ്വലിൽ കൊണ്ടുവരണം, നിർബന്ധപൂർവ്വം കൊണ്ടുവരണം. എന്നാലാണ് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാർ ചീത്ത പറയില്ലേ. അപ്പോൾ വിഷ്വലിൽ അതേപോലെ തന്നെ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കുറേ. യെസ് സർ, നമ്മളിനി അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് എടുത്തിട്ട് പോവാം. ഇല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് ആകുമ്പോൾ ചിലപ്പോൾ എനി ക്വസ്റ്റ്യൻസ് ഓർ റിക്വസ്റ്റ് ചിലപ്പോൾ അതായിരിക്കും, ഒരു 4 വരി കൂടി ആയിരിക്കാം, ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു. നമസ്കാരം സർ. സർ, ഇപ്പോഴത്തെ കാലത്ത് ലോഫി വേർഷൻ എന്ന് പറഞ്ഞിട്ട് പഴയ പാട്ടുകളെ ലോഫി വേർഷനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ശരിക്കുള്ള പാട്ടിൻ്റെ ഭംഗി കളയുന്നതായിട്ടാണ്. അപ്പോൾ സാറിന് അതിനോട് എങ്ങനെ സാറിന് അതിന് കാണുന്നത്? ലോഫൈ എന്ന് പറയുന്നൊരു ജോണറാണ് ഉള്ളത്. പുതിയ ഒരു പലതരത്തിലുള്ള ജോണേഴ്സ് ഇപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷനിൽ വരുന്നുണ്ട്. ലോഫൈ എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താ പറയുക, അലസമായി താളം കൊണ്ടുവരിക, കുറച്ച് വിനൈൽ നോയ്സൊക്കെ വെച്ചിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നൊരു ഇതാണ്. ഇത് കേൾക്കുന്നത് കുറച്ച് നമ്മൾ ഒരു ഹലൂസിനേറ്റഡ് സ്റ്റേറ്റസിൽ കേൾക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഇത് വരിക എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒറിജിനൽ സോങ് എന്ന് പറയുന്നത് അവിടെ അപ്രസക്തമാവുകയാണ്. ഇതിൻ്റെ ജോണറാണ് ഇതിൽ പ്രസക്തം ആകുന്നത്. സോ അതിൽ കേൾക്കുന്ന ഇപ്പോൾ ഏത് പാട്ടാണ്, ഇപ്പോൾ നീ മധു പകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമി. പിന്നെ വരി ഉണ്ട്, നീ മധു പകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയെ. പൗർണമിയോട് ചോദിക്കുകയാണ്, നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയേ എന്ന് വിളിക്കുകയാണ് ഒരാളെ, ഒരു പൗർണമിയെ, നിലാവിനെ വിളിക്കുകയാണ്. ഇതൊന്നും അവിടെ പ്രസക്തമല്ല. ജസ്റ്റ് ഫോർ ലിസണിങ് കുറച്ച് ഫ്രീക്വൻസീസ് വായിക്കുക. നമ്മൾ ഒന്നിനെക്കുറിച്ചും കേടല്ല, നമ്മൾ ഇതിൽ വരി എന്താണ്, നമ്മൾ ബ്രെയിൻ ട്രേഡിങ് ആവശ്യമില്ലാത്തൊരു സമയമുണ്ട് നമ്മൾ ചിലപ്പോൾ അത് നമ്മൾ പണിയെടുത്ത് തളർന്നിരിക്കുന്ന, റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇനി ഞാൻ എൻ്റെ ബുദ്ധി കുറച്ച് നേരത്തേക്ക് വെറുതെ ഉണക്കാൻ വെച്ചോട്ടെ എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഹാലൂസിനേറ്റഡ്, നമ്മൾ ചിലപ്പോൾ ലഹരിയോ ഒക്കെ കഴിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ സൈക്കിൾ, നമ്മളുടെ ബ്രെയിനിലൊരു താളമുണ്ട്, ബ്രെയിനിനൊരു ക്ലോക്കുണ്ട്, ഇൻറ്റേർണൽ ക്ലോക്ക്. കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ട് ഇൻറ്റേർണൽ ക്ലോക്ക്, നമ്മുടെ ഉള്ളിലുണ്ട് ക്ലോക്ക്. ആ ക്ലോക്കിനെ അലട്ടാത്ത രീതിയിൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നല്ല സുഖം.
എന്ന് പറയുന്ന അത് അതിനകത്ത് വരി നീ മായല്ലേ എന്നുള്ള നീ വേണേ മാഞ്ഞോന്ന് ഉള്ള അങ്ങനെ അതൊരു വിഷയമല്ല. മാഞ്ഞാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിലെവിടെയോ ഒരു സ്ലറുകൾ, മ്യൂസിക്കിൻ്റെ ചില അലയൊലികൾ ഇങ്ങനെ എവിടെയോ കേൾക്കാം. പക്ഷേ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ഈ ബീറ്റാണ്. ഇങ്ങനെ റെഗുലർ ബട്ട് നോട്ട് റെഗുലർ. അതാണ് ഈ ലോഫയുടെ ഒരു ഗുണവും കുഴപ്പവും. നമ്മൾ റെഗുലറാണ് എന്ന് തോന്നും, അതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു ചെറിയൊരു ബ്രേക്ക്, ഒരു ചെറിയ ലാഗൊക്കെ വന്നിട്ട് പിന്നെയും ആ റെഗുലാരിറ്റി വീണ്ടും കിട്ടുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സ്നെയർ ചിലപ്പോൾ അസ്ഥാനത്ത് വീഴാം. പക്ഷേ അത് ഏതോ ഒരു മാത്രകളുടെ ഇടയിൽ എവിടെയാണ് വീണിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന അതൊരു വേറൊരു ഫിലോസഫിക്കൽ ജോണറാണ് ശരിക്ക്. ബട്ട് അത് ഇഷ്ടമല്ലാത്ത ആളുകൾ, കാരണം ഒറിജിനൽ സോങ്ങിനെ അവിടെ നീതി പുലർത്തുന്നില്ല, അത് സത്യമാണ്. ബട്ട് നീതി പുലർത്തിയാലും കൊള്ളാം, പുലർത്തിയില്ലെങ്കിലും കൊള്ളാം, അങ്ങനെ ഉണ്ടല്ലോ ചിലർ. ഇത് ഓക്കെയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ദാറ്റ് ഇസ് ഫൈൻ എന്നേ ഉള്ളൂ. അപ്പം ഇപ്പം നമുക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വേണ്ടാത്തത് നമുക്ക് കേൾക്കണ്ട എന്നുള്ളത് വയ്ക്കാം, വേണമെങ്കിൽ കേൾക്കാം എന്ന് വയ്ക്കാവുന്നൊരു ലോകം നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ ധാർമ്മിക രോഷം കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്തിനും ഓപ്പോസിറ്റ് ആളുകൾ നിരക്കുന്ന കാലമാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അപ്പം ശത്രു ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചാൽ അപ്പോൾ ശത്രു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് മിണ്ടാനിപ്പോൾ ഇതുള്ളൂ, അല്ലേ? എന്ത് പറഞ്ഞാലും നമുക്ക് ശത്രുത ഉണ്ടാവും, അപ്പുറത്ത് അതർ സൈഡ് ഉണ്ടാവും. അപ്പോൾ അതിന് തയ്യാറായാൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. അതാണ് വിഷയം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇപ്പോൾ എടുക്കുന്നുണ്ട്. യെസ് വിജയലട, ഇപ്പം ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം എപ്പോഴും മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പം വിജുവലേട്ടൻ്റെ പാട്ടുകൾ ഇപ്പം ആഷിഖ് അബുവിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യുമ്പം നമ്മുടെ എല്ലാം ഫേവറേറ്റ് പാട്ടുകൾ കൂടുതലും പുള്ളിക്കാരൻ്റെ പടത്തിൽ നിന്നുള്ള. അപ്പം ഇപ്പം ബിജുവേലേട്ടൻ മാത്രമല്ല, ഇപ്പം മലയാളത്തിൽ വേറെ ഏത് മ്യൂസിക് ഡയറക്ടേഴ്സിനെ എടുത്താലും അവർ ഈ പറയുന്ന സ്ഥിരമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ കൂടുമ്പോൾ, ഇപ്പം ദിലീഷേൻ്റെ പടത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ബെസ്റ്റ് സോങ്സ് കിട്ടാറുണ്ട്. അപ്പം അതിനെന്തെങ്കിലും റീസൺ ആണോ? അത് കംഫോർട്ട് അങ്ങനെ എന്തെങ്കിലും ആണോ? അതോ റെഫറൻസ്? നേരത്തെ പറഞ്ഞത് അതാണ്. നമ്മൾ ഒരു കെമിസ്ട്രി നമ്മൾ വിജയിക്കുമ്പോൾ അവരെ കൂടുതൽ നമുക്ക് അതിനോട് എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? അല്ലാത്ത ആളുകൾ നമുക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ നമുക്ക് ഡിസ്കംഫർട്ട് ആയിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഊരിപ്പോയാൽ മതി തോന്നും. ഇത് തന്നെ എല്ലായിടത്തും വർക്കാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തരുന്ന ഇൻസ്പിറേഷൻ, സ്വാതന്ത്ര്യം, നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ട്യൂൺ നമ്മൾ കേൾപ്പിക്കാൻ തയ്യാറാകുമ്പോൾ ആ സംവിധായകൻ ഇത് കേൾക്കുന്ന ഒരു രീതിയുണ്ട്. എങ്ങനെയാണ് കേൾക്കുക? അത് ഒന്നില്ലെങ്കിൽ അയാൾ പ്രീ കൺസീവ്ഡ് ആയിരിക്കും. വേറെ ഏതെങ്കിലും ഒരു പാട്ട് തലയിലുണ്ടാവും, ഈ സിറ്റുവേഷനനുസരിച്ചുള്ള വേറൊരു പാട്ട് തലയിലുണ്ടാവാം. അത് വെച്ചായിരിക്കും അതുമായിട്ട് മീറ്റ് ചെയ്തോ എന്നാണ് ഇയാളുടെ സംശയം ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ അയാൾ ഇതല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലരങ്ങനെയല്ല, ഇത് ഓക്കെ ആയിരിക്കും, ഇത് നോക്കട്ടെ, കേട്ട് നോക്കട്ടെ, ഇത് സെറ്റായിരിക്കും ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കുമ്പോൾ ഇത് വ്യത്യാസമാണ്. എന്നിട്ടും സെറ്റായില്ലെങ്കിൽ അവർ പറയും, ബിജി ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഓക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് മാറ്റാൻ തോന്നും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ട് മാറ്റാൻ പറയുമ്പോൾ അപ്പോൾ നമ്മളാണ് മാറിക്കൊടുക്കേണ്ടതെന്ന് നമുക്ക് തോന്നും. നമ്മൾ മാറ്റുന്നതിനേക്കാൾ നമ്മൾ തന്നെ മാറി നിൽക്കുന്നതാണ് തോന്നുന്ന അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെ മാറാറുമുണ്ട്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. നമ്മളെ സൗഹൃദം, ഇൻട്രാക്ഷൻ നമ്മളെ ഇൻസ്പയർ ചെയ്യണം. ആഷിഖ് ഒരുപക്ഷെ 2009 ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുന്നത്. ആഷിഖിൻ്റെ ആദ്യത്തെ പടം. ശരിക്കും ഞാൻ 2007 അറബിക്കഥ ശ്രീ ലാൽ ജോസിൻ്റെ പടത്തിലാണ് ചെയ്തത്. ഞാൻ അന്ന് വരെയും ഒരു സിനിമയിൽ പോലും വർക്ക് ചെയ്തിട്ടില്ല. ഒരു സിനിമയിലൊരു മ്യൂസിക് കമ്പോസറിൻ്റെ അസിസ്റ്റൻ്റ് പോലും ആയിട്ടില്ല. അങ്ങനെ ഒരാളുടെ 1-2 പരസ്യഗാനങ്ങളോ ചെറിയ ഈരടികളോ കേട്ടിട്ട് എന്നെ വിളിച്ചതാണ് സംഗീതം ചെയ്യാൻ ലാൽ ജോസ്.
നീ പാട്ടുകൾ ചെയ്തു ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചോദിച്ചതാണ്. ഞാൻ അങ്ങോട്ട് അവസരം ചോദിക്കാൻ മടിയായതുകൊണ്ട് ചോദിക്കാത്തതാണ്. അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ചെയ്തു കൊടുത്താണ്. അങ്ങനെയുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അപ്പം അങ്ങനെ ചോദിക്കുകയും ഞാൻ ചെയ്തു കൊടുക്കുകയും തിരികെ ഞാൻ വരുമെന്നുള്ള പാട്ടാണ് ആദ്യം ചെയ്യുന്നത്. കവിത ആദ്യം കിട്ടി ചെയ്യുന്നു. ഞാൻ ആദ്യം മറ്റൊരു ട്യൂണാണ് ചെയ്തത്. ഒരു ആലോചിച്ചിരുന്നിട്ട് വായിൽ കിട്ടിയൊരു ട്യൂണങ്ങ് മൂളി ലാലോട്ട ചെയ്തിട്ടുണ്ട് കേട്ടോ, കേൾക്കാം അതുകൊണ്ട് ഞാൻ ഹാർമോണിയത്തിൽ ശ്രുതിയൊക്കെ വെച്ചിട്ട് ഞാനിത് പാടി. അത് ശരിക്കും ഒരു ബോറ് ട്യൂണായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു അത് മതിയടാ, കൊള്ളാം എന്ന് പറഞ്ഞു. സത്യം അദ്ദേഹം പറയണ ഇത് മതി, ഓക്കെയാണ് എന്ന് പറയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇത് പാടിയിട്ട് എനിക്ക് പിടിക്കുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ട്യൂൺ മാറ്റുകയാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ നീ മാറ്റിക്കോ എന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമതൊരു ട്യൂൺ ഇട്ടതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം പല സ്ഥലത്തും കിട്ടില്ല. അപ്പം നമ്മൾക്ക് മാറ്റാൻ തോന്നുന്ന ഒരു ഇടം ഉണ്ടല്ലോ, നമ്മൾ ചെയ്ത സാധനം അയ്യോ ഇത് പോരാ, എനിക്ക് വേറെ ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്ന ഒരു വളരെ കംഫർട്ടബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് നല്ല ഇപ്പോൾ ചോര വീണ മണ്ണിൽ എന്നുള്ള പാട്ട് ഉണ്ട് അതിൽ. അത് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പാർട്ടി എന്താ പറയുക, പാർട്ടി ജാഥ നടക്കുന്ന സ്ഥലത്ത് ഒരു പാർട്ടിയിലൊരു ബുദ്ധിജീവി അയാളൊരു കവിത പാടുന്നു സദസ്സിൽ, അത്രേ ഉള്ളൂ ഈ സിറ്റുവേഷൻ. ഞാൻ ഇത് പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ. ഞാൻ ആദ്യത്തെ പടമല്ലേ, ഞാനത് അത് ചെയ്ത് കേൾപ്പിച്ചത് തന്നെ ഫുൾ ഓർക്കസ്ട്രയും ഹാർമണിയും വോയിസ് ഹാർമണിയും സ്ട്രിങ്സും ഒക്കെ വച്ചിട്ടാണ് കേൾപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ഇത് കേട്ട് അയ്യോ പുള്ളി ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ച പോലത്തെ സിറ്റുവേഷൻ അല്ലല്ലോ, നമുക്ക് ഇത് മാറ്റണം, ഈ പാട്ടിനോളം സിറ്റുവേഷൻ ഉയർത്തണം എന്ന് പറഞ്ഞിട്ട് അത് വേറെ രീതിയിൽ ആലോചിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പലപ്പോഴും. അത് ആദ്യത്തെ സിനിമയിലാണ് നമുക്ക് ആ ഒരു അവസരം കിട്ടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ എനർജി വരിക. അത് ഒരു ഫ്യൂ ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടാറുണ്ട്. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ കൂടെ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്കും കഞ്ഞി കുടിക്കണം എന്നൊക്കെ പറയുന്നൊരു തത്വത്തിൽ അങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ വീണ് കിട്ടുന്ന നല്ല കുറച്ച് സിറ്റുവേഷൻസ്, നല്ല വർക്കുകൾ ഒക്കെ ഇടയ്ക്ക് വരും. ഇപ്പോൾ 100-300 പടമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചിലപ്പോൾ ഒരു 50 പടമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് കൊതിച്ച് ചെയ്യുന്നത്, ചിലപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. സാർ, ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റോറിയിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ലാൽ ജോസ് സാർ ആദ്യം ക്ലാസ്മേറ്റ്സിൻ്റെ ട്രെയിലറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കമ്പോസ് ചെയ്യുന്നതിന് മുന്നേ ക്ലാസ്മേറ്റ്സിൻ്റെ സിറ്റുവേഷൻസ് പറഞ്ഞ് പാട്ടുകൾ ചെയ്യിപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വാമപ്പ് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബോണ്ടിങ്. അപ്പോൾ പല മ്യൂസിക് കമ്പോസേഴ്സും അവർ ഒരിക്കൽ ചെയ്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു BGM ഒക്കെ എടുത്ത് പിന്നീട് പാട്ടുകളാക്കി കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് സാറ് ലാൽ ജോസ് സാറിന് വേണ്ടി ചെയ്ത ആ കോമ്പോസിഷൻസ് പിന്നീട് എപ്പോഴെങ്കിലും പാട്ടുകളായി ഞങ്ങൾ വേറെ ഏതെങ്കിലും സിനിമയിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് ആ വഴിക്കേ പോയി. അത് ഉണ്ടോ? അത് ഇപ്പോഴും റെക്കോർഡ്സിലുണ്ടോ? ഇല്ല, അതൊന്നും ഇല്ല, അത് പോയി. അത് എന്താ വെച്ചാൽ ഞാൻ വളരെ ചുരുക്കം പാട്ടുകളാണ് ഈ നമ്മൾ ഒരാൾ തള്ളിക്കളഞ്ഞത് എടുത്ത് മറ്റൊരു സംവിധായകനെ കൊടുത്തിട്ടുള്ളത്. വളരെ ചുരുക്കം. അതിലൊന്ന് മഴനിലാക്കുളിരുമയാണ്. അത് ശരിക്കും പറഞ്ഞാൽ 3 സംവിധായകർ അതിനു മുമ്പ് തള്ളിക്കളഞ്ഞ ട്യൂണാണ്. പക്ഷെ എനിക്ക് അതിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അത് നല്ലൊരു പാട്ടാണ്. ലാലുവേട്ടനെ കേൾപ്പിച്ചു, വിക്രമാദിത്യൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തെ കേൾപ്പിച്ചു. ഇത് നല്ല ട്യൂണാടാ, നല്ല നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് റിസീവ് ചെയ്യുന്നവരുടെ തലയിൽ എന്താണ് എന്നുള്ളത് അനുസരിച്ചിരിക്കും ഇത് എടുക്കുന്നത്. എന്തായാലും അവരെക്കാൾ നമ്മുടെ മ്യൂസിക് ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ചിട്ടൊന്നുമില്ലെങ്കിലും അവരെക്കാൾ കുറച്ചുകൂടി കൂടുതൽ അറിയാം എനിക്കൊരു ധാരണയുണ്ട്. അപ്പോൾ അത് കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ധാരണ കൊണ്ട് ചെയ്യുമ്പോൾ അല്ല ഇത് വേണോ എന്ന് ചോദിക്കുന്നവരെക്കാൾ ഒരു പടി മേലെയാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഉറപ്പോടെ പറയാം മറ്റൊരാളോട് ഇത് നല്ല പാട്ടാണ്. അപ്പോൾ നല്ല പാട്ടാണെന്ന് പറയുമ്പോൾ ആ നല്ല പാട്ടാണ് നമുക്ക് ചെയ്യാടാ എന്ന് പറയുന്ന ലാൽ ജോസ് അത് ചെയ്തു, ആ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വേറെ ചില പാട്ടുകളുണ്ട് അങ്ങനെ. സർ, ഈ മഴനിലാക്കുളിർ പറഞ്ഞപ്പോൾ ഞാനത് ചോദിക്കാൻ സാധിക്കുകയാണെങ്കിൽ വേണമെന്നുള്ളത് കൊണ്ട് എടുത്തു വെച്ച ഒരു ചെറിയ പോർഷൻ ഉണ്ട് ആ പാട്ടിൽ. ഈ
ഈ പാട്ടിൽ ഒരുപാട് പേരുടെ ഫേവറേറ്റ് പോർഷൻ ഇതാണ്. ഇത് കൊങ്ങിണി ലാംഗ്വേജ് ആണ് എന്നാണ് അറിവ്. ഞാൻ ഒരിക്കൽ പാട്ട് വീഡിയോയ്ക്ക് വേണ്ടി സാറിനോട് ചോദിച്ചപ്പോൾ ഒരു രാധാകൃഷ്ണ ഭട്ട് മാഷിന്റെ വരികളാണ് ഇത്, സാറായിട്ട് തന്നെ അറേഞ്ച് ചെയ്തതായിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതാണെങ്കിലും ഇപ്പോൾ തൊണ്ടി മുതലെ പാട്ടുകളിൽ ആ ഒരു വെള്ളത്തിൻ്റെ ശബ്ദമാണെങ്കിലും ഇങ്ങനെ ഒരു ലൈബ്രറി, അതായത് സിനിമയുടെ ക്യാരക്ടറിനെ ആഡ് ചെയ്യുന്ന എന്നാൽ നോർമലി നമ്മളൊരു പാട്ടിൽ കേൾക്കാത്ത കുറേ എലിമെന്റ്സ്, ചിലപ്പോൾ ഭാഷയുടെ രൂപത്തിൽ, ചിലപ്പോൾ സൗണ്ട്സിന്റെ രൂപത്തിൽ, അതെങ്ങനെയാണ് റിച്ച് ആക്കുന്ന ആ ഒരു ലൈബ്രറി? എങ്ങനെയാണ് അത് കളക്ട് ചെയ്യുന്നത് ആസ് എ മ്യൂസിക് കമ്പോസർ? അതോ അത് നാച്ചുറൽ വേ ഓഫ് ലൈഫാണ്? നാച്ചുറൽ വേ തന്നെയാണ്. അതിന് കളക്ട് ചെയ്യുന്ന പരിപാടിയല്ല. നമ്മൾ ജനലും വാതിലും തുറന്നിട്ടിരിക്കുകയെന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുക, എന്തെങ്കിലും കയറി വരിക, നമുക്ക് ജസ്റ്റ് ഒരു ഫിൽട്ടർ ചെയ്യേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തൊക്കെയാ വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് വരുന്നതെല്ലാം ചിലപ്പോൾ നമുക്ക് ചെയ്തു കൊള്ളണമെന്നില്ല. ഇപ്പോൾ എഴുത്തുകാരൻ്റെ കൽപ്പനയിലുള്ള എല്ലാ കാര്യങ്ങളും അതേ മാജിക്കിൽ എഴുത്തുകാരനെ ചിലപ്പോൾ അക്ഷരങ്ങളിൽ കൊണ്ടുവരാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലേ? അപ്പോൾ മാധവിക്കുട്ടിയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അവരൊക്കെ ഈ എഴുതിയതിലും എത്രയോ ബൃഹത്തായത് എഴുതാൻ ഉള്ള കെൽപ്പുള്ളവരെ നമുക്ക് തോന്നും ഓരോരുത്തർ സംസാരിക്കുമ്പോൾ. അപ്പോൾ അതുപോലെയാണ് നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ളത് മെറ്റീരിയലൈസ് ചെയ്യാൻ പൂർണ്ണമായും പറ്റില്ല. കാരണം മെറ്റീരിയലൈസ് ചെയ്യുമ്പോൾ അവിടെ മുമ്പിൽ മറ്റൊരാൾ ഇരിക്കുകയായി, കേൾവിക്കാരൻ ഇരിക്കുന്നു, കേൾവിക്കാരി ഇരിക്കുന്നു. ഇവരുടെ മനസ്സിലേക്ക് നമുക്ക് പോകണം, അവർക്കിത് മനസ്സിലാവുമോ എന്ന്, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത വരും. ഇത്തരം ചിന്തകൾ വരുമ്പോഴത്തേക്കും നമ്മളുടെ കോംപ്രമൈസ്, ഡൈല്യൂഷൻ പോലും അതിന് നിലവാരമുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ നമ്മളെപ്പോഴും ഓപ്പൺ ആയിരിക്കാൻ, സ്റ്റുഡിയസ് ആയിരിക്കുക, എന്ത് കേട്ടാലും അതിൽ ആസ്വദിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ലോഫൈയുടെ കാര്യം പറഞ്ഞു, നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കേൾക്കാറുണ്ട്. സാറിൻ്റെ വേറൊരു സെറ്റ് ഓഫ് സോങ്സ് ഇവ കേട്ട് വന്ന ഒരു ക്വേറിയാണ് ആസ് എ ലിസണർ. ആക്ച്വലി എൻ്റെ പേഴ്സണൽ ക്വേറി കൂടിയാണ്. ബെസ്റ്റ് ആക്ടറിലെ സ്വപ്നം ഒരു ചാക്ക്, പിന്നെ പുണ്യാളൻ അഗർബത്തീസിലെ ആശിച്ചവൻ ആകാശത്തു നിന്ന് ഒരാനെ കിട്ടി, മാണിക്യ ചിറകുള്ള എൻ്റെ ജനലരികിൽ നിന്ന്, ഇതൊക്കെ നമ്മളിവിടെ ഓൾറെഡി ഇപ്പോൾ റെഫർ ചെയ്തു. ആകാശം പന്തല് കെട്ടി രക്ഷാധികാരി ബൈജു, പിന്നെ അകലെ ഒരു കാടിൻ്റെ, പുലരാൻ നേരം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, മേഘജാലകം ലളിതം സുന്ദരം. ഇതിലൊക്കെയും കോമൺ ആയി നമുക്ക് തോന്നുന്നത് നമ്മൾ എന്ത് ഇമോഷനിൽ ഇരിക്കുകയാണെങ്കിലും ഇവ കേൾക്കുമ്പോൾ ഒരു ഹോപ്പ് വരും. നമ്മൾ പല ജോണേഴ്സ് പാട്ടുകളുണ്ട്, സാഡ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്, ഹാപ്പി ആയിട്ടുള്ള പാട്ടുകളുണ്ട്, വിരഹത്തിനുള്ള പാട്ടുകളുണ്ട്. പക്ഷെ പ്രതീക്ഷ എന്നുള്ളത് അങ്ങനെ ഒരു പോപ്പുലർ ജോണർ അല്ല. ഇപ്പം ഇതിൽ പലതിലും ടൈറ്റിൽ ട്രാക്സ് ആണ്, പലതും ആഘോഷമാണ്. പക്ഷെ ഇത് നമ്മളിപ്പോൾ അഗൈൻ റേഡിയോയിലാവുമ്പോൾ നമ്മൾ വിഷ്വൽസ് ഇല്ലാതാണല്ലോ അധികം കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കേൾവി എന്താണ് നമ്മൾ ഉണർത്തുന്നതെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാട്ടുകളിലൊക്കെയും ഹോപ്പ് ഉണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ഇമോഷൻ കൊണ്ടുവരുന്നതിൽ ശരിക്കും ഏറ്റവും കൂടുതൽ റോള് വഹിക്കുന്നത് മ്യൂസിക് ആണോ, ലിറിക്സ് ആണോ, സിംഗറുടെ വോയിസ് ആണോ, അതോ ഒരു പടി കൂടി കടന്ന് ആ പടത്തിൻ്റെ സീനുമായി റിലേറ്റ് ചെയ്യുമ്പോഴാണോ? അക്കോർഡിംഗ് ടു യു, അത് ആസ് എ മ്യൂസിഷ്യൻ ആൻഡ് ആസ് എ വ്യൂവർ ആൻഡ് ലിസണർ, ശരിക്കും ഇതിൽ ഏത് ഘടകമാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ്? എല്ലാത്തിനും ഉണ്ടെങ്കിലും ഒരു പെർസെൻറ്റേജ് അധികം എവിടെയാണ് ശരിക്കും? എന്നെ സംബന്ധിച്ച് വരികളാണ്. എനിക്ക് ഇൻസ്പയർ ചെയ്യുന്നത് വരികളാണ്. എപ്പോഴും എന്നെ കൂടെ ഇരിക്കുന്ന രചയിതാക്കൾ തരുന്ന മാജിക്. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് ഒറ്റയ്ക്കിരുന്ന് ചിലപ്പോൾ കരയും സന്തോഷം കൊണ്ട്. ഇത് ചില വരികൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ അകലെ ഒരു കാടിൻ്റെ എന്നുള്ളതിൽ, വേരറ്റ് പോകാതെ പ്രാണനെ കാക്കുന്ന സ്വച്ഛമാം വായുപ്രവാഹമുണ്ടോ എന്നുള്ള ചോദ്യം എനിക്ക് ഇപ്പോഴും ഞാൻ ഹോണ്ട് ചെയ്യപ്പെടുന്നൊരു വരിയാണ്. അതുപോലെ ചില വരികൾ, ഇപ്പോൾ റഫീഖേട്ടൻ ഇങ്ങനെ എഴുതുകയാണ് ഒരു പടത്തിൽ 41 എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളി എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചിറകാർന്നു നിന്നെ പുണരാൻ വരും, ട്യൂൺ കൊടുത്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ചിറകാർന്നു നിന്നെ പുണരാൻ വരും. അത് കഴിഞ്ഞിട്ട് എന്താന്ന് പുള്ളിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അടുത്ത ലൈൻ അതേ അളവിൽ തന്നെയാണ്. ചിറകാർന്ന് നിന്നെ പുണരാൻ വരും. ചിറകാർന്ന് വരിക എന്ന് പറയുന്ന ഒരു സ്വപ്നം ആണല്ലോ. ചിറക് വെച്ചുകൊണ്ട് നിന്നെ പുണരാൻ വരികയാണ്. അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത് എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അതേ അളവിൽ തന്നെ വരികയാണ്. എന്ത് ചെയ്തിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് പുറത്ത് പോയി ചായ കുടിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ചായ കുടിക്കാൻ പോകുന്നു. ഇങ്ങനെ ഒരു പുൽത്തകിടിയിലാണ്, ഒരു കാറ്റ്
പുള്ളി കാറ്റൊക്കെ കൊണ്ട് പുള്ളി പറയുന്നു. ആ ട്യൂണൊന്ന് പാടും. തരരാരരാരേ ചിറകാർന്നു നിന്നെ പുണരാൻ വരും തരരാരരാരരാ ചെറുകാറ്റിൽ എന്നെ കലരാൻ വിടും എന്ന് പറയണം. അത് ഞാൻ നമ്മൾ കാറ്റൊക്കെ കൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു അനുഭവമുണ്ട്. ചെറുകാറ്റിൽ എന്നെ തന്നെ കലരാൻ വിടും എന്ന് പറഞ്ഞ് അത്തരം ചില മൊമെൻറ്റ്സ് ഉണ്ട് ഈ വരികൾ നമുക്ക് കിട്ടുമ്പോൾ. അതാണ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നത്. ഞാൻ കൂടുതലും എൻജോയ് ചെയ്യുന്നത് മ്യൂസീഷ്യൻസിൻ്റെ ഒപ്പവും ലിറിക് റൈറ്റേഴ്സ്, എസ്പെഷ്യലി ലിറിക് റൈറ്റേഴ്സിൻ്റെ ഒപ്പമാണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യാറുള്ളത്. നമ്മളുടെ ഇതിൻ്റെ കൂടെ എന്താ പറയുക, കൊളീഗ്സ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ കൂടെയാണ് കൂടുതൽ എൻജോയ് ചെയ്യാറുള്ളത്. കാരണം അവർ എഴുത്തുകാരാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ചിന്തകരായിരിക്കും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാൻ ഉണ്ടാവും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനും ഉണ്ടാവും. അപ്പോൾ ലിറ്റററി ഫെസ്റ്റിവലാണ് ശരിക്കും. ലിറ്റററി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ലിറ്ററേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്, സാഹിത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആയിരിക്കില്ല. കവിതകൾ നമ്മൾ കൂടുതൽ വായിക്കുന്നവരായിരിക്കില്ല. കവിതകൾ തൊട്ട് തീണ്ടാത്ത മ്യൂസീഷ്യൻസ് ഉണ്ട് അല്ലേ? ഒരിക്കലും കാണാത്തതോ വായിക്കാത്തതോ ഉള്ള മ്യൂസീഷ്യൻസ് ഉണ്ട്. പക്ഷേ ഇവർ കൂടെ ഇരിക്കുമ്പോൾ അത് കൂടുതൽ നമ്മളെ പ്രേരിപ്പിക്കും, ചില കാര്യങ്ങൾ വായിക്കാൻ പോലും പ്രേരിപ്പിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. വീണ്ടും സാർ ഈ ടൈറ്റിലേക്ക് വന്നാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പാട്ടിൽ ഒരുപാട് രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു. സാറും റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിലൊക്കെ ഓണം കാലഘട്ടത്തിലൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ, ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് പേര് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് അത് വരുന്നു, പുതിയ കാലത്തിലേക്ക് അതിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുന്നതിനോടൊപ്പം സാറിനോട് ചോദിക്കുകയാണ്, ഇത്രയേറെ സിറ്റുവേഷൻസിന് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ സാറിൻ്റെ മനസ്സിൽ ഇതുവരെയും കിട്ടാത്തത് കൊണ്ട് കമ്പോസ് ചെയ്യാൻ പറ്റാതെ പോയ ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു തിരക്കഥാകൃത്തോ അല്ലെങ്കിൽ ഡയറക്ടറോ ഒക്കെ വരികയാണെങ്കിൽ അതുമായി വരാലോ. അപ്പം അങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതുവരെയും സാറിൻ്റെ അടുത്തേക്ക് എത്താത്തൊരു സിറ്റുവേഷൻ, പാട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് ഇതിന് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇതുവരെയും വന്നില്ലല്ലോ എന്ന് സാർ എപ്പോഴെങ്കിലും, കാരണം ഒരുപാട് വായിക്കുന്ന അങ്ങനെ കാത്തിരിപ്പില്ല, ഇല്ല, വരുന്നത് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ ആലോചിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ സിറ്റുവേഷൻസ് വരാതിരിക്കുക അല്ലെങ്കിൽ വന്നെങ്കിൽ എന്ന് തോന്നിയിട്ടില്ല, അങ്ങനെ തോന്നാറില്ല. ഒരു പെർട്ടിക്കുലർ കഥയും ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും എയിലേക്ക് പോകാൻ തോന്നുന്നു. ഭാവി പുതിയ കാലഘട്ടം, പുതിയ ഈണങ്ങളിലേക്ക് വരുമ്പോൾ അടുത്തൊരു 5 വർഷത്തിൽ മലയാള സിനിമാ സംഗീതത്തിൽ സാറ് കാണുന്ന ഒരു മാറ്റം, ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പരിമിതമാണ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്, എങ്കിൽ കൂടിയും സാറിന്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയായിരിക്കാം? AI ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന അത്ഭുതങ്ങളുടെ നാളുകളായിരിക്കും. ഈ AI ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് തരാൻ പറ്റുമോ അങ്ങനെ ഒരു ഐഡിയ? കൃത്യമായി ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരാൻ പറ്റും? കൃത്യമായി ഉദ്ദേശിക്കില്ല, റാൻഡംലി എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഇപ്പൊ കൊടുത്ത അപ്പൊ കിട്ടുമോ? ഇല്ല, ഇപ്പൊ കൊടുത്ത ഇപ്പൊ തന്നെ കിട്ടും. അത് കറക്റ്റാ. അതേപോലെ 1 ലൈൻസ് ഉണ്ടോ ഇനി എന്ത് എന്നുള്ളതിന്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് AI എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാൾ ഈ നമ്മളുടെ ജീവിതം ജനസഞ്ചയം ജീവിച്ചല്ലോ, അതിൻ്റെ ഒരു ആകെത്തുകയായ ബുദ്ധിയുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നിർമ്മിത ബുദ്ധി ശരിക്കും ബിഹേവ് ചെയ്യുന്നത്. എൻ്റെയും താങ്കളുടെയും ഇവരുടെയും അവരുടെയും എല്ലാവരുടെയും ബിഹേവിയർ, ബുദ്ധി, എങ്ങനെ റിഫ്ലെക്സുകൾ, ഇതെല്ലാം ഫീഡ് ചെയ്യപ്പെടുകയും അത് റാൻഡംലി ഈ നിർമ്മിത ബുദ്ധി കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് തന്നെ സ്വാതന്ത്ര്യം കൊടുത്ത് പെരുമാറാനുള്ള ബുദ്ധി അവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നിർമ്മിത ബുദ്ധി ആക്ടിവേറ്റ്. ഇത് ഏത് ബുദ്ധി ആണ് ഇതിൻ്റെ ഉറവിടം? ഇത് ആരാണ് ഇയാളുടെ അച്ഛനോ അമ്മയോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് സ്വന്തമായി ബിഹേവ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാൻഡമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ബട്ട്
അതിൻ്റെ ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ റഫീഖേട്ടൻ്റെ ഒരു കവിതയുണ്ട്, റഫീഖിൻ്റെ ഒരു ഹൈക്കു കവിത കേൾക്കണ്ടെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ കേൾക്കണ്ടാവോ? കേൾക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിക്കുക. റഫീഖേട്ടൻ്റെ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. അതായത് വണ്ടില്ലേ, വണ്ടേ നീ തുളച്ചതാണ് ഈ മുറിവുകൾ, വണ്ടേ നീ തുളച്ചതാണ് ഈ മുറിവുകൾ, നിനക്ക് വേണ്ടിയിരുന്നത് മനോഹരമായൊരു പാട്ട് മാത്രം എന്നാണ്. 2 വരിയേ ഉള്ളൂ. വണ്ടേ നീ തുളച്ചതാണ് ഈ മുറിവുകൾ, നിനക്ക് വേണ്ടിയിരുന്നത് ഹൃദ്യമായൊരു പാട്ട് മാത്രം. ആര് പറയുന്നതാണ് ഇത്? ആര് പറയുന്നതാണ്? ഹൂ ഈസ് ടെല്ലിങ് ഇത്? വണ്ടേ നീ തുളച്ചതാണ് ഈ മുറിവുകൾ, നിനക്ക് വേണ്ടിയിരുന്നത് ഹൃദ്യമായൊരു പാട്ട് മാത്രം. പൂക്കളോ? ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിൽ കൂട് കൂട്ടിയ വണ്ടാണോ? ഇല്ല, പറയൂ, നമുക്ക് നോക്കാം. കുറച്ച് ആലോചിച്ചാൽ കിട്ടും. അതായത് ഇത്രയേ ഉള്ളൂ. പുല്ലാങ്കുഴലാണ്. ഓ, മുളന്തണ്ടാണ് പറയുന്നത്, മുളന്തണ്ടാണ് പറയുന്നത്. വണ്ടേ നീ തുളച്ചതാണ് ഈ മുറിവുകൾ, നിനക്ക് വേണ്ടിയിരുന്നത് ഹൃദ്യമായൊരു പാട്ട് മാത്രം. ഈ കാറ്റിങ്ങനെ അടിക്കുമ്പോഴേ ഒരു മൂളക്കം വരുമല്ലോ, അതിനു വേണ്ടിയാണ് ഈ തുളച്ചത്. പക്ഷെ നീ എന്നെ തുളച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇത്തരം ഒരു ചിന്ത AI-ക്ക് വരണമെങ്കിൽ കുറച്ച് പണിയെടുക്കേണ്ടി വരും അല്ലേ? അത് ഇത്തരം ചിന്തകളുടെ അനിയൻ ആയിരിക്കും AI കൊടുക്കുക. കാരണം ഇതും കൂടി പോകണം അവർക്ക്. അല്ലെങ്കിൽ ജന്മങ്ങൾക്കപ്പുറമെങ്ങോ ഒരു ചെമ്പകം പൂക്കും സുഗന്ധം എന്ന് ഒരു AI-ക്ക് എന്നാണ് എഴുതാൻ പറ്റുക എന്ന് ഞാൻ ആശ്ചര്യപ്പെടും. അങ്ങനെയാണ് നമ്മളുടെ മനുഷ്യൻ്റെ ബുദ്ധിയുടെ അപ്പുറത്ത് ഒരു ബുദ്ധിയുമില്ല. അത് ചിലപ്പോൾ അതിനൊരു അടുക്കും ചിട്ടയുണ്ടാവും അല്ലേ? ഞാനിപ്പോൾ ഇന്ന് എന്താ കാലത്ത് കഴിച്ചതെന്ന് ഞാൻ കുറച്ച് ആലോചിക്കേണ്ടി വരും. പക്ഷെ നിർമ്മിത ബുദ്ധിക്ക് അത് ആവശ്യമില്ല. കാരണം നിർമ്മിത ബുദ്ധി എറേഴ്സ് വരുത്തില്ല, നമ്മൾ എറേഴ്സ് വരുത്തും, ഒരുപാട് എറേഴ്സ് വരുത്തും. നമ്മളുടെ മൾട്ടി ടാസ്കിങ്ങിൻ്റെ പേരിലോ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതിന് തെറ്റുകൾ വരില്ല. സോ AI can better be a manager or a secretary or an administrator, even a prime minister or a president. Not an artist. May not be. അറിഞ്ഞൂടാ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പോലും നമ്മൾ ഇപ്പോൾ ഒരു സാഡ് സിറ്റുവേഷൻ, C മൈനർ, സമയമായോ? പതുക്കെ ഇങ്ങനെയൊക്കെ പോയിട്ട് സാഡ് സിറ്റുവേഷൻ, C മൈനർ, ടെമ്പോ 100, ഫീമെയിൽ എന്ന് കൊടുത്താൽ ഒരു പാട്ടിൻ്റെ ഈണം AI ഇപ്പോൾ തരുന്നുണ്ട്. ഒരു ഈണം തരും, ഒരു ട്യൂൺ തരും, സാഡ് സോങ് ട്യൂൺ തരും. അത് തരുന്നുണ്ട്. ഒന്നല്ല, ഇനി വേണമെങ്കിൽ വേറൊരു ഓപ്ഷൻ വേണോ? ഇതല്ല, വേറൊരു ടെമ്പോയിൽ വേണമെങ്കിൽ പിടിച്ചോ, 120 നോക്കി നോക്ക് എന്ന് പറഞ്ഞിട്ട് അവർ വേറെ ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോഴേ നടക്കുന്നുണ്ട്. ബട്ട് യുണീക്ക് ആകുക എന്ന് പറയുന്നത് AI-യുടെ കാര്യത്തിൽ യുണീക്നെസ്സിന് പോലും ഒരു റാൻഡംനെസ് ഉണ്ട്, ഒരു പ്രോബിലിറ്റീസിൻ്റെ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള യുണീക്കേ ഉള്ളൂ. പക്ഷെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അത് നമ്മളുടേതായിട്ടുള്ള ഒറിജിനാലിറ്റി എവിടെയോ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു ഒറിജിനാലിറ്റി സാർ പറഞ്ഞ പോലെ വരികളിൽ മാത്രമല്ല മ്യൂസിക്കിലും ഹ്യൂമൻ ഇമോഷൻസിൽ നിന്ന് വരുന്ന മ്യൂസിക്, സാറിൻ്റെ മ്യൂസിക്കിലെ ഓരോന്നിനെ പോലെയുള്ളവ എന്തായാലും AI സൃഷ്ടിച്ചെടുക്കുമ്പോഴത്തേക്കും കാലം കുറേ മുന്നോട്ട് പോകും പറ്റുകയാണെങ്കിൽ. അപ്പോൾ MC മാം പറഞ്ഞത് നമുക്ക് ഓഡിയൻസിൽ നിന്ന് ഇനി ഒരു ചോദ്യത്തിനും ഓഡിയൻസ് റിക്വസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പാട്ടുകൾക്കും മാത്രമേ ഇനി സമയമുള്ളൂ എന്നാണ്. അപ്പോൾ ആ ഒരു ചോദ്യം എവിടെ നിന്നാണ് വരുന്നത്? അവിടെ ആദ്യം കൈ പൊക്കി. ഐ എം സോറി. നമസ്കാരം സാർ. ഒരു കലയ്ക്ക് പരിമിതികൾ ഉള്ളപ്പോഴാണ് അത് കൂടുതൽ സൗന്ദര്യാത്മകമാകുമെന്ന് സാറ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പരിമിതിക്കകത്തു കൊണ്ട് നിന്ന് തന്നെ കമ്പോസ് ചെയ്ത ഒരു ഗാനം ഏതാ?
എല്ലാ ഗാനവും പരിമിതിക്കകത്ത് നിന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ഫ്രെയിം അല്ലേ, ശരി ഇരിക്കും. അല്ല, ഞാൻ ഇതായിട്ട് പറയല്ല, പരിമിതി എന്നുള്ളത് നമുക്ക് വേണം അല്ലേ. പരിമിതി ഇല്ലാതെ നമുക്ക് ഒരു സൃഷ്ടിയും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ എന്ന് പറയുന്ന സൃഷ്ടിക്ക് പോലും 2 കൈയല്ലേ ഉള്ളൂ അല്ലേ. അതെ, ഒരു പരിമിതിയാണ് അങ്ങനെ ആലോചിച്ചാൽ. പക്ഷേ അത് പരിമിതിയാണോ? കാരണം ഒരു ഓപ്റ്റിമം ഡിസൈനാണത് അല്ലേ. വിരലിങ്ങനെ ഈ വിരലിങ്ങനെ കുറച്ച് താഴെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ അതുപോലെ സൃഷ്ടിക്ക് ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മളൊരു ഫ്രെയിം കൊടുത്താലല്ലേ പെയിൻറ്റർ വരയ്ക്കാൻ പറ്റുള്ളൂ അതിൽ അല്ലേ. അതിനൊരു അതിർവരമ്പ് ഉണ്ടാകും. ഈ അതിർവരമ്പില്ല എന്ന് കാണിക്കാൻ ചില ആർട്ടിസ്റ്റുകൾ വേറൊരു പണി ചെയ്യും. എന്താ കണ്ടിട്ടുണ്ടോ? അതായത് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫ്രെയിം വരയ്ക്കുകയും അതിൽ നിന്ന് ചാടിപ്പോകുന്ന ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യും. സോ അതൊരു സിംബലൈസേഷനാണ്. അപ്പോഴും അതിനൊരു ഫ്രെയിമുണ്ട്. നമ്മളുടെ ചിന്തകൾക്ക് ഫ്രെയിമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ സൃഷ്ടിക്ക് ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു പാട്ടിൽ പറയാൻ പറ്റില്ല. ഒരു കാര്യം, ചിലപ്പോൾ 2 കാര്യം അല്ലേ, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഫ്രെയിം. അതില്ലാത്ത ഇപ്പോൾ രാഗത്തിന് ഫ്രെയിമുണ്ട്. രാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഗ, വെതർ ഹിന്ദുസ്ഥാനി ആയാലും കർണാട്ടിക് മ്യൂസിക് ആയാലും നിങ്ങൾക്ക് ഇപ്പോൾ ചിലരെങ്കിലും പഠിച്ചിട്ടുണ്ടാവാം. രാഗം, പിന്നെ രാഗം ഇപ്പോൾ സരിഗമ പദ നിസ സനിധ മഗരിസ മായാമാളവ ഗൗള എന്ന് പറയുന്ന സരിഗമ പദ നിസ സനിധ. പോയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? പോയതായിട്ട് തോന്നുന്നുണ്ടോ? സനിധ മപദനി സരി ഗരി സനിധ മപദനി ദ പോയി. നമുക്ക് അലട്ടും. ആ ധാ വേറെ ധാ പാടിയാൽ നമുക്ക് തെറ്റി, കാരണം ഫ്രെയിമിന് പുറത്തു പോയി. സോ എല്ലാത്തിനും ഫ്രെയിമാണ് നമ്മളുടെ ആസ്വാദ്യതയെയും നേരത്തെ പറഞ്ഞ ക്ലോക്ക്, ബ്രെയിനിൻ്റെ ഇൻറ്റേർണൽ ക്ലോക്കിനെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഫ്രെയിമാണ്. ഈ ഫ്രെയിം ഇൻഫിനിറ്റിക്ക് പോലും, ഈ ഇൻഫിനിറ്റി ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫിനിറ്റി വട്ടത്തിനുണ്ട്. വട്ടം നിലയ്ക്കുന്നില്ലല്ലോ. നിലയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു മ്യൂസീഷ്യനോട് പറഞ്ഞപ്പോൾ ഈ ഫോക്ക് ഡാൻസേഴ്സ് പലപ്പോഴും, ഫോക്ക് ഡാൻസിങ്, ട്രൈബൽ ഡാൻസ് പലപ്പോഴും വട്ടത്തിൽ നിന്നാണെന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് നേതാവില്ല. നേരന്ന് നിന്നാൽ നടുക്ക് നിൽക്കുന്ന ആൾ നേതാവ്. നമുക്കൊരു ധാരണ വരില്ലേ, നടുക്ക് നിൽക്കുന്ന ആൾ ലീഡർ. വട്ടത്തിൽ നിന്നാൽ ആരാണ് ലീഡർ? ആരുമല്ല. എന്നാൽ എല്ലാവരും ലീഡേഴ്സാണ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സലായിട്ടുള്ളൊരു ഇതുണ്ട്. അത് ഇൻഫിനിറ്റാണ്, അതിന് അറ്റമില്ല, അതിങ്ങനെ വളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൗന്ദര്യം. എന്നാലും അതൊരു ഫ്രെയിം അല്ലേ, വട്ടം അല്ലേ, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പുറത്ത് എന്നുള്ളൊരിതല്ലേ. അപ്പോൾ അത്തരം ഫ്രെയിമിന് ഒരേ സമയം ഇൻഫിനിറ്റ് ആകാനും പറ്റും, മറ്റൊരു സമയം ആ ഒരു ചട്ടക്കൂട് എന്ന് പറയുന്നത് എന്തിന് പുറത്ത് പോകരുത്, എന്തിനെ പുറത്ത് പോകാം എന്ന് പറയുന്നൊരു ഫ്രെയിം നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു കൈ കൂടി പൊങ്ങിയിരുന്നു. നിങ്ങളുടെ തന്നെ ഇവൻ്റ് ആണ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടി എടുക്കാമല്ലോ അല്ലേ? ഓക്കെ, യെസ് പ്ലീസ്. ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാവോ? ഈ എന്താണ് എയുടെ വരവോടുകൂടി ഭൂരിഭാഗം ഇപ്പോൾ കറൻ്റ്ലി സിനിമയിലേക്ക് കയറാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും, സംഗീതത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് AI. അപ്പോൾ അതിൽ നിന്നൊരു ക്ലാസിക് ഫോം ചെയ്തെടുക്കാൻ സാധിക്കുമോ? അതെച്ചാൽ കാലാതീതമായിട്ട് നിലനിന്ന് പോകുന്നൊരു അത് ഇപ്പോൾ അതിന് ഉത്തരം എന്താണ് ഞാൻ പറയുക? AI എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മളുടെ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മളുടെ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മറ്റേതോ ഒരു ഉപാധിയിൽ നിന്ന് സൃഷ്ടി നമ്മൾ എടുക്കുകയല്ലേ ചെയ്യുന്നത്. സോ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെയെങ്കിലും അത് യുണീക്കുമായിരിക്കണം, ഒറിജിനലുമായിരിക്കണം അല്ലേ. സത്യജിത്രയുടെ മൂവി അല്ലെങ്കിൽ സ്കോർസസിയുടെയോ അല്ലെങ്കിൽ പസോളിനിയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നോളൻ്റെയോ ഒക്കെ മൂവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റേ അണുബോംബിൻ്റെ പടം വന്നില്ലേ, ഓപ്പൻഹൈമർ. അദ്ദേഹം സിനിമ പുതിയതാണ്, അതിൻ്റെ സങ്കേതം വരെ പുതിയത്. ഫിലിമിലാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തത് അല്ലേ, ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. ഫിലിം അതിനുവേണ്ടി ഏതോ കമ്പനി, കൊഡാക്ക ഫ്യൂജ് ഏതോ ഒരു കമ്പനി അത് ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹത്തിന് വേണ്ടി. ഫിലിം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ് നെക്സ്റ്റ്
ഈ ഫിലിം എന്ന് പറയുന്നത് ഈ അനലോഗായിട്ടുള്ള കാര്യങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും ഫിലിമിൽ ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഡിജിറ്റലിനേക്കാൾ കൂടുതൽ എന്തോ ഒരു മാജിക് അതിൽ സംഭവിക്കുന്നുണ്ടെന്ന് അവർ ഫിലിം ടേപ്പിൽ റെക്കോർഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പണ്ട് ടേപ്പിലല്ലേ, കാസറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പിൽ റെക്കോർഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. റഹ്മാനൊക്കെ ഡിജിറ്റലിൽ റെക്കോർഡ് ചെയ്തിട്ട് D2A കൺവേർട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. D2A കൺവേർഷനിൽ ടേപ്പിലൂടെ ഓടിച്ചിട്ടാണ് മാസ്റ്റർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൂടെ നടക്കുന്ന കാലത്ത് ഈ ഒരു കൺസോർഷ്യം ഓഫ് വേരിയസ് ഐഡിയാസാണ് ശരിക്കും പറഞ്ഞാൽ AI എന്ന് പറയുന്നത്. അത് എടുത്തിട്ട് ഒറിജിനൽ അപ്പോൾ തന്നെ അല്ലാതെ മറ്റേതൊക്കെയോ ഡേറ്റയുടെ എവിടെ നിന്നൊക്കെയോ എടുത്ത കഷ്ണങ്ങൾ ചേർത്തുണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ അത് ഒറിജിനാലിറ്റി, അതിൽ ഇനി എന്നാണ് ഒറിജിനൽ ആകുക എന്നുള്ളത് നോക്കിയിട്ടായിരിക്കാം നമുക്ക് ഇതിൻ്റെ ഉത്തരം തന്നെ പറയാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. അപ്പോൾ 2 പാട്ടിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതിലൊന്ന് ആകാശമായവളെ, രണ്ടാമത്തേത് അകലെ ഒരു കാടിൻ്റെ. അപ്പോൾ സാറിന് ഇഷ്ടമുള്ള ഓർഡറിൽ ആ 2ഉം കൂടി പാടണമെന്നാണ് അവിടുന്ന് എനിക്ക് കിട്ടിയ ഓർഡർ. ഹലോ സാറേ, ഒരു റിക്വസ്റ്റും കൂടെ. ആ ചെമ്പാവ് ഒന്ന് പാടിത്തരുമോ? റിക്വസ്റ്റാണ്. നോക്കാം. പൊൻവേണുവിൽ പാട്ടു തേടും പൂന്തെന്നലിൻ പ്രണയമുണ്ടോ? ചെന്നിരിക്കുമ്പോൾ ഒരിറ്റു സ്നേഹം തന്ന് താലോലമാട്ടുന്ന ചില്ലയുണ്ടോ? വേർപെട്ടു പോകാതെ പ്രാണനെ കാക്കുന്ന സ്വച്ഛമാം വായു പ്രവാഹമുണ്ടോ? അകലെയൊരു കാടിൻ്റെ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ? അവിടെ വന്നിളവേറ്റ നാട്ടുപെൺ പക്ഷി തൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ടോ? ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നോ ഞാൻ. നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്ത രാമഴയിൽ ചൂട്ടുമെരിഞ്ഞുപോയി, പാട്ടും മുറിഞ്ഞുപോയി, ഞാനോ ശൂന്യമായി. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. ചെമ്പാവ് പാടാം. അതായത് ഒരു പെൺകുട്ടി പാടിയാലായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അറിയാവുന്നവരുണ്ടെങ്കിൽ കൂടാം. അറിയാവുന്ന ഒരാൾക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയാൽ. തന ദിന്ന താന ദിന്ന താന ദിന്ന തിന്തിന്നോ
തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നു തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നു തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നു ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ ഉലച്ചൊരു വരി വരി മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടെറുകണ്ണിൻ ഇടങ്കണ്ണ് തുടിച്ചോവളേ തനതിന്ന 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 താനാതിന്ന താനാതിന്ന തെന്തിന്നോ തനതിന്ന താനാതിന്ന താനാതിന്ന വരിക്കപ്പൊൻ ചക്കേടെ മടല് കൊത്തി നറുനറെ മുരഞ്ഞിട്ടങ്ങൂട ചൊരുക്കി തകതിന്നോ താനിന്നോ താനിക താനിന്നോ കുഴച്ചുഴച്ചൊരു പിടി പിടിക്കുവാൻ വിളമ്പട്ടെ മുളങ്കുറ്റി നിറഞ്ഞ പുട്ടൊരിക്കൽ കൂടി തനതിന്ന 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 താനാതിന്ന താനാതിന്ന തിന്തിന്നോ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നോ. ദാറ്റ്സ് ദ ഹയസ്റ്റ് പോസിബിൾ നോട്ട് നമുക്ക് ഈ ഒരു ഡിസ്കഷൻ വൈൻഡപ്പ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വൈൻഡപ്പിലേക്ക് പോകുന്നില്ല. ഷീ ഈസ് ടേക്കിംഗ് ഓവർ. അങ്ങനെ വളരെ മനോഹരമായ സെഷൻ്റെ അവസാനത്തിലേക്കാണ് നമ്മൾ വന്നത്. Can we give a huge round of applause to Vijibal sir and Roshi ma'am for setting the mood of TLF. 2 ദിവസങ്ങളുടെ സെഷന് ശേഷം ഇതായിരുന്നു അവസാനത്തെ സെഷൻ. ഐ തിങ്ക് ദർ കുഡന്റ് ബി എ ബ്യൂട്ടിഫുൾ എൻഡ്. സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ചർച്ച ചെയ്ത വിഷയം പുതിയ കാലം പുതിയ ഈണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് പരിഗണിച്ച് പാടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇഫ് ദർ വാസ് മോർ ടൈം കുറച്ചും കൂടെ പാട്ടുകൾ കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവുമായിരുന്നു. ബട്ട് ഐ തിങ്ക് കീപ്പിംഗ് ഇറ്റ് ഷോർട്ട് ഇസ് ദി സ്വീറ്റസ്റ്റ്. സോ മെമ്മറി നൽകുവാൻ വേണ്ടി ഐ വെൽക്കം ആഷിഖ് പ്രദീപ് സർ ഫ്രം എക്സഡസ് സ്റ്റഡി അബ്രോഡ് ആൻഡ് ട്രാവൽസ്. സർ ട്രാവൽ വൗച്ചറും കൂടെ ഇവർക്ക് നൽകുന്നതായിരിക്കും ടു ദ സ്പീക്കേഴ്സ്. ഐ വെൽക്കം sir on stage. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ